الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة بالحق ذلك يوم الخروج إنا نحن نحيي ونميت وإلينا المصير يوم تشقق الأرض عنهم سراعا ذلك حشر علينا يسير نحن أعلم بما يقولون وما أنت عليهم بجبار فذكر بالقرآن من يخاف وعيد. അപ്പോൾ സൂറത്ത് ഖാഫ് അതിൻ്റെ അവസാനത്തെ വചനങ്ങളാണ് 41 മുതൽ 45 വരെയുള്ള വചനങ്ങൾ. ഇത് അള്ളാഹു പറയുന്നത് വസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ഖരീബ്. നീ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഇസ്തമാഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സാന്നിധ്യത്തോടു കൂടി ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഒരു കാര്യം കേൾക്കുന്നതാണ് ഇസ്തമാഅ. സാധാരണ വെറൊരു കേൾവിയാണെങ്കിൽ സമിഅ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ഖരീബ്. എന്താണ് കേൾക്കേണ്ടത്, എന്നാണ് കേൾക്കേണ്ടത്? യൗമ യുനാദിൽ മുനാദി, വിളംബരം ചെയ്യുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ദിവസം. യൗമ ഒരു ദിവസം. യുനാദി, നാദ യുനാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതിനാണ് നാദ യുനാദി എന്ന് പറയാം. രണ്ടാള് മാത്രം കേൾക്കുന്ന വിധത്തിൽ പറയുമ്പോൾ അതിന് സിർറ് എന്നാ പറയാം, രഹസ്യം പറയണം. അത് ഒരാൾ മറ്റൊരാളോട് പറയുന്നതിന് പകരം ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുകയാണെങ്കിൽ അതിന് നജ്വ എന്നാണ് പറയാ. മറിച്ച് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പരസ്യപ്പെടുത്തി പ്രഖ്യാപനം നടത്തുന്നതിനാണെങ്കിൽ അഹല്ല എന്നോ അല്ലെങ്കിൽ നാദ എന്നോ ഒക്കെയാണ് അറബിയിൽ പ്രയോഗിക്കുക. ഇത് യുനാദി, വിളിച്ചു പറയുന്ന ദിവസമാണ്. യുനാദി ആരാണ് വിളിച്ചു പറയുന്നത്? അൽ മുനാദി, അതതിന്റെ ഇസ്മു ഫാഇലാണ്. വിളിച്ചു പറയുന്ന ഒരാള്, വിളിച്ചു പറയാൻ വേണ്ടി ഏർപ്പാട് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണോ അയാള് വിളിച്ചു പറയും. എവിടെ നിന്നാണ് വിളിച്ചു പറയുന്നത്? മിൻ മക്കാനിൻ ഖരീബ്. മിൻ മക്കാനിൻ ഖരീബ്, വളരെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന്, അത്രേ പറയുന്നുള്ളൂ. ആ ഖുർആന്റെ ആ പ്രയോഗം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അതിലൊരു
വല്ലാത്തൊരു തരത്തിലുള്ള ഒരു സാഹിത്യ ഭംഗി അതിനുണ്ട്. വസ്തമിഅ് യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ഖരീബ് യൗമ യസ്മഊന അസ്സൈഹത ബിൽ ഹഖ്. അന്ന് യസ്മഊൻ അവര് കേൾക്കും. അവരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖലായിഖ് കുല്ലുഹും, മുഴു സൃഷ്ടികളും കേൾക്കും എന്നാണ്. എന്താണ് അവർ കേൾക്കുന്നത്? കേൾക്കാൻ പോകുന്ന കാര്യം എന്താണ്? അസ്വൈഹത്ത. സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ ആർത്തവിളി, അട്ടഹാസം. അതിനാണ് സ്വൈഹത്ത് എന്ന് പറയാം. ഉച്ചത്തിൽ നടത്തുന്ന ഒരു ആർപ്പ് വിളിക്കാണ് സ്വൈഹത്ത്. സ്വാഹ യസ്വഹു, അതിന്റെ മസ്തർ സ്വൈഹത്ത്. അന്നേ ദിവസം അവർ കേൾക്കും അസ്വൈഹത്ത, ആ ആർപ്പ് വിളി അല്ലെങ്കിൽ ആ അട്ടഹാസം കേൾക്കും. ആ അട്ടഹാസം അവർ കേൾക്കുന്നത് ബിൽ ഹഖ്. ആ ഹക്കിന് പല രൂപത്തിലും അർത്ഥം വരും. അത് ഹക്കായ ഒരു കാര്യമാണ്. ലാ മിറിയത ഫീഹി, ഒട്ടും അതിൽ സംശയം വേണ്ട എന്നർത്ഥത്തിൽ അങ്ങനെ ബിൽ ഹഖ് പറയാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു അട്ടഹാസം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയാ എന്നുള്ളത് തീർത്തും ന്യായവും ന്യായയുക്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയാം. അപ്പൊ യൗമ യസ്മഊന അസ്സൈഹത ബിൽ ഹഖ്, സംശയം ഒട്ടുമേ വേണ്ട. ന്യായമായും വിളിച്ചു പറയപ്പെടേണ്ടുന്ന ആ ഒരു വിളിച്ചു പറയൽ, ആ ഒരു അട്ടഹാസം, അത് അന്ന് അവർ കേൾക്കും. അത് അന്ന് എന്ന് പറഞ്ഞാൽ എന്നാണ്? ദാലിക യൗമുൽ ഖുറൂജ്. ആ ദിവസത്തിനാണ് യൗമുൽ ഖുറൂജ്, ഉത്ഥാനത്തിന്റെ നാള്, പുറപ്പാടിന്റെ നാള് എന്ന് പറയുന്നത്. ആ നാളാണ്, അതാണ് യൗമുൽ ഖുറൂജ്. ദാലിക യൗമുൻ യസ്മഊന അസ്സൈഹ. സ്വൈഹത്ത് അവര് ഹക്കായ നിലക്കുള്ള ആ സ്വൈഹത്ത് അവർ കേൾക്കുന്ന ദിവസത്തിനാണ്, അതാണ് യൗമുൽ ഖുറൂജ്. എല്ലാവരും അവരുടെ ഖബറുകളിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം, അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദിവസം, പുനരുജ്ജീവനത്തിന്റെ ദിവസം. ഇന്നാ നഹ്നു നുഹ്യി വനുമീതു വഇലൈനൽ മസീർ. തീർച്ചയായും നഹ്നു, നാമാണ്, നുഹ്യി ഹയാത്ത് കൊടുക്കുന്നവൻ, വനുമീതു മരിപ്പിക്കുന്നവൻ നമ്മളാണ്, വഇലൈനൽ മസീർ അങ്ങനെ മനുഷ്യന്റെ ജീവിതം, പിന്നെ ഒരു മരണം, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം പുനരുജ്ജീവിപ്പിക്കുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. വഇലൈനൽ മസീർ, എല്ലാം അവസാനം ചെന്നെത്തുന്നത്, പര്യവസാനിക്കുന്നത് നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ്. സ്വാറ യസ്വീറു എന്ന് പറഞ്ഞാൽ പര്യവസാനിക്കാന്നാണ്. ഒരവസ്ഥ മാറി മറ്റൊരവസ്ഥയിലേക്ക് എത്തുക എന്നാണ് നേരെ വാക്കിന്റെ അർത്ഥം. സ്വാറ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു തന്നെയാണ്. പക്ഷെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ ഒരവസ്ഥ മാറി വേറൊരവസ്ഥയിലേക്ക് എത്തിത്തീരണം. അപ്പൊ മനുഷ്യന്റെ ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടികളുടെ ലൗകികമായിട്ടുള്ള ജീവിതഘട്ടങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവർ ചെന്ന് ഒടുങ്ങുന്നത്, പര്യവസാനിക്കുന്നത് ഇലൈന, നമ്മുടെ അടുക്കലേക്കായിരിക്കും. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅൻ ദാലിക ഹശ്റുൻ അലൈനാ യസീർ. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅൻ, യൗമ, ആ ദിവസം, ആ സ്വൈഹത്തിന്റെ ദിവസം, ഖുറൂജിന്റെ ദിവസം. യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ഖരീബ്, വിളിയാളൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ദിവസം. ആ ദിവസം തശഖഖുൽ അർളു, ഭൂമി ഇങ്ങനെ പിളരും. അൻഹും, അവരെ തശഖഖ അൻഹും എന്ന് പറഞ്ഞാൽ അവരെ അതിൽ നിന്നിങ്ങോട്ട് അവർക്ക് പുറത്തേക്ക് വരുന്ന വിധത്തിൽ ഭൂമി പിളരും. ഭൂമിയുടെ ഉള്ളില് ആയിരുന്നു ഇതുവരെ എല്ലാവരും ഉണ്ടായിരുന്നത്. ഈ ഭൂലോകത്ത് ജീവിച്ചവര് മുഴുവനും മണ്ണിൽ തന്നെ ലയിച്ചു കിടക്കുകയാണ്. അവരവരുടെ കുഴിമാടങ്ങളിലാണ്, അവരവരുടെ കബറിടങ്ങളിലാണ്. ആ കബറിടങ്ങൾ പിളർന്ന് കബറുകളിൽ നിന്ന് അവർ പുറത്തേക്ക് വരും. അതും സിറാഅൻ, സിറാഅൻ വളരെ വേഗത്തിൽ, വളരെ വേഗത്തിൽ. ദാലിക ഹശ്റുൻ അലൈനാ യസീർ, അത് ദാലിക ഹശ്ർ, അതാണ് ഹശ്ർ. അപ്പോ അത് യൗമുൽ ഖുറൂജാണ്, അത് യൗമുൽ ഹശ്റാണ്, അത് ഹശ്റാണ്. അത് യസീറുൻ അലൈന, ഹശ്റുൻ അലൈന യസീർ,
അത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സൃഷ്ടികളെയും, മനുഷ്യരും മനുഷ്യരല്ലാത്തവരുമായ മുഴുവൻ സൃഷ്ടികളെയും അങ്ങനെ പുനരുജ്ജീവിപ്പിക്കുകയും അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുക എന്നുള്ളത് ഹശ്ർ ഒരുമിച്ച് കൂട്ടലാണ്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആദ്യം അവരെ സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ രണ്ടാമത് ആ സൃഷ്ടിപ്പിന്റെ ആവർത്തനം അത് അള്ളാഹ്ക്ക് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല, അതിനേക്കാൾ എളുപ്പമുള്ള കാര്യമാണ്. ദാലിക ഹശ്ർ അലൈനാ യസീർ. അതാണ് ഹശ്ർ. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. നഹ്നു അഅലം, നമുക്ക് സൂക്ഷ്മമായി തന്നെ അറിയാം. നാമാണ് ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നത്. വേറെ ആരും അള്ളാഹ് അറിയുന്നത് പോലെ അറിയുന്നില്ല. എന്തിനെക്കുറിച്ച്? ബിമാ യഖൂലൂൻ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്താൻ വേണ്ടി അവരുടെ ഇടയിൽ വന്ന് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ നബിയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിരിക്കുന്ന റിസാലത്തിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൂതനെ കുറിച്ച്, അള്ളാഹിന്റെ ആയത്തുകളെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കദിബും ഇഫ്തിറാഉകളും സൂക്ഷ്മമായി അറിയുന്നത് അള്ളാഹുവാണ്. വമാ അൻത അലൈഹിം ബിജബ്ബാർ, വമാ അൻത അലൈഹിം ബിജബ്ബാർ. നബിയെ, താങ്കൾ ഒരിക്കലും അവരുടെ മേൽ ജബ്ബാറല്ല. അവരുടെ മേൽ ഒരു സ്വേച്ഛാധിപത്യം കാണിക്കാൻ, അവരുടെ മേൽ ഒരു ബലപ്രയോഗം നടത്താൻ താങ്കൾ ആളല്ല. മറിച്ച് എന്ത് മാത്രമേ ഉള്ളൂ? അവർക്ക് ഈ കാര്യങ്ങൾ ഫദക്കിർ, താങ്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, താങ്കളിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്തം ഇതിൽ പരിമിതാണ്. എന്ത്? തദ്കിർ നടത്തുക എന്നുള്ളത്, ഉണർത്തുക എന്നുള്ളത്. അവരുടെ ഫിത്രത്തില്, അവരുടെ ഉഖൂലുകളില്, അവരുടെ ഫിത്രത്തുകളില് അള്ളാഹു നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള സത്യത്തെ സംബന്ധിച്ചുള്ള വിഭാവനകളുണ്ട്. അത് മൂടപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ആ വിഭാവനകളെ കുറിച്ച് ഉണർത്തുക, അത് മാത്രമേ താങ്കൾക്ക് ബാധ്യതയുള്ളൂ. അത് താങ്കൾ ഉണർത്തേണ്ടത് ബിൽ ഖുർആൻ, അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള മഖ്റൂആയ ഈ ഗ്രന്ഥം അനുസരിച്ചാണ്, ഖുർആൻ അനുസരിച്ചാണ്. അള്ളാഹ് ഇറക്കി തന്നിട്ടുള്ള ഈ മക്തൂബായ ഖുർആൻ അനുസരിച്ചാണ്. അത് മൻ യഖാഫു വഈദ്, അള്ളാഹുവിന്റെ വഈദുകളെ, അവന്റെ താക്കീതുകളെ ഭയപ്പെടുന്നവർക്ക്. താക്കീതുകൾ ഭയപ്പെടാത്ത ആളുകളെ സംബന്ധിച്ച് ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞു അവർക്ക് തദ്കീർ നടത്തിയിട്ടില്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ അതിന് ഒരു വളീഫത്തുണ്ട്, അത് ഉപകരിക്കുക. മൻ യഖാഫു വഈദ്, ആർക്കാണ് അള്ളാന്റെ വഈദിനെ സംബന്ധിച്ച് ഭയമുള്ളത് അവർക്കത് ഉപകരിക്കും. എന്നാൽ അള്ളാന്റെ വഈദിനെ കുറിച്ച് ഒരിക്കലും ഭയമില്ലാത്ത, കൂസലില്ലാതെ നടക്കുന്ന ആളുകൾ, അവരുടെ കാര്യത്തിലുള്ള ആ തദ്കീർ കൊണ്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ അത് ഇഖാമത്തുൽ ഹുജ്ജത്തി അലൈഹിം, അവരുടെ മേൽ അള്ളാഹുവിന്റെ ന്യായവാദം അവൻ പൂർത്തീകരിക്കുകയാണ്, സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്, ഇതാണ് നേർക്കുനേരെ അതിന്റെ അർത്ഥം. ഇത് പലതും ഒന്ന് വരാൻ പോകുന്ന കാര്യങ്ങളാണ്, ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഖുർആനില് അത് അല്ലാഹു പരാമർശിക്കുന്നതിന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. ആ ശൈലിയിലാണ് ഇത് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ കുറച്ചിങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞു പോവുക ചെയ്യാം. വസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. അപ്പോ ആരാണ് ഈ മുനാദി? അതിനെ സംബന്ധിച്ച് ഒന്നിലധികം തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പക്ഷെ വന്ന തഫ്സീറുകൾ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ അൽ ഖൗലുർ റാജിഹ്, റാജിഹായ ഖൗല് ഇസ്രാഫീൽ അലൈഹിസ്സലാം. പിന്നെ ജിബ്രീലാണ് എന്നൊക്കെ പറയുന്ന ഖൗലുകളുണ്ട്. അതൊന്നും അല്ലാതെ ഇത് പിന്നെ വേറെ മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുന്ന ഖൗലുകളുണ്ട്. പക്ഷെ തഫ്സീറുകൾ ഇങ്ങനെ വരുമ്പോൾ ആ തഫ്സീറുകളിൽ ഏറ്റവും
ഏറ്റവും ആധികാരികം എന്ന് പറയാവുന്ന, ഏറ്റവും ബലമുള്ളത് എന്ന് പറയാവുന്ന തഫ്സീറുകളിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ തഫ്സീറുകളിലേക്ക് പോയാൽ ഏറ്റവും നല്ല തഫ്സീർ, ഏറ്റവും ബലമുള്ള തഫ്സീറായിട്ട് തോന്നുക ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് പറയുന്നത് ഇസ്രാഫീലിനെ സംബന്ധിച്ചാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രാഫീലാണ്. അപ്പോ മുനാദി ആരാണെന്ന് ചോദിച്ചാൽ ഇസ്രാഫീലാണ്. പിന്നെ മിൻ മക്കാനിൻ ഖരീബ് എന്ന് പറയുമ്പോൾ, മക്കാനുൻ ഖരീബ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് പല വ്യാഖ്യാനങ്ങളും, പ്രത്യേകിച്ച് പിൽക്കാലക്കാരായ മുഫസ്സിറുകൾ പല വ്യാഖ്യാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പറയും അത് ഭൂമിയുടെ ഏറെക്കുറെ മധ്യഭാഗമാണ്. സഹ്റത്തുൽ ബൈത്തിൽ മഖ്ദിസ്, മസ്ജിദുൽ അഖ്സയോട് ചേർന്നിട്ടുള്ള അറിയപ്പെട്ട അവിടുത്തെ ഒരു പാറ ഉണ്ടല്ലോ, സഹ്റ റോക്ക്, ആ റോക്കിൽ നിന്നാണ് എന്ന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത്തരം വ്യാഖ്യാനങ്ങൾ അവയുടെ സ്വീകാര്യതയും അവരുടെ ഇസ്നാദും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഉറപ്പുവരുത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനത്തെ മുഫസ്സിരിങ്ങളിൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൃത്യമായി ഇതിൽ ആയത്തുകളിലോ ആയത്തിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ ലക്ഷണമുക്ത ഹദീസുകളിലോ വന്നിട്ടില്ലാത്തത് കൊണ്ട് അത് മക്കാനുൻ ഖരീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീലിനോട് സൂറിൽ ഊതാൻ വേണ്ടി പറഞ്ഞ ആ ഊത്ത്, അതാണ് അവിടുത്തെ ആ വിളിയാളന്റെ വിളി. അതാണ് അതെവിടെയാണോ ഇസ്രാഫീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്, അത് ഉപരിലോകത്താണ്. പക്ഷെ ഉപരിലോകത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഇസ്രാഫീൽ അത് കാഹളമൂതുമ്പോൾ ഇസ്രാഫീൽ വിളിക്കുന്ന വിളി, ആ ഊത്ത്, അത് കേൾക്കാത്ത, ആ വിളി കേൾക്കാത്ത ഒരാളുണ്ടാവില്ല. അത് മിൻ മക്കാനിൻ ഖരീബിൻ മിനൽ ഖലായിഖ്, സൃഷ്ടികളിൽപ്പെട്ട എല്ലാവരോടും വളരെ അടുത്തായിരിക്കും. ആ വിളി കേൾക്കാത്ത ഒരാളുണ്ടായിരിക്കൂല. അപ്പൊ മക്കാനുൻ ഖരീബുൻ മിനൽ ഖലായിഖ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. പിന്നെ യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, ആ സ്വൈഹത്തിന് ഇതേമാതിരി പലരും പറയും, പലതരത്തിൽ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ആ സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ നടത്തുന്ന സ്വൈഹത്താണ്, അല്ല ഇസ്രാഫീലിൻ്റെതാണ്. അത് ഇസ്രാഫീലിൻ്റെത് തന്നെയാണ് എന്നുള്ളതാണ് മൊത്തത്തിൽ തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടുക. അത് ഇസ്രാഫീൽ അന്ന് പിന്നെ ഒരട്ടഹാസം, അത് ആ സൂറിൽ ഊതുന്ന ആ ഊത്ത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അന്നഫ്ഹത്തു സാനിയ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഊത്തുണ്ടല്ലോ, രണ്ട് ഊത്തുണ്ട്, അതിൽ രണ്ടാമത്തെ ഊത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഊത്ത് നിങ്ങൾ സംശയിക്കണ്ട, അതിലൊരു സംശയം വേണ്ട, അത് ഹക്കാണ്. അങ്ങനെ എല്ലാവരെയും ഈ ഇസ്രാഫീൽ വിളിച്ചുണർത്തി, കാഹളത്തിൽ ഊതി വിളിച്ചുണർത്തി അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവരുടെ ജീവിതത്തിന് കണക്ക് പറയിപ്പിച്ച് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ ശിക്ഷാരക്ഷകൾ നൽകുക എന്നുള്ളത് ഹക്കാണ്, ന്യായമാണ്, തീർത്തും ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ അതിന്റെ ആ ലെജിറ്റിമസി അതിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടുമായിരിക്കാം ചിലപ്പോൾ ബിൽ ഹക്ക് എന്ന് പറയുന്നത്. ആ ദിവസം എന്ന് പറഞ്ഞാൽ ദാലിക യൗമുൽ ഖുറൂജ്, ആ സ്വൈഹത്തിന്റെ ദിവസം എന്ന് പറയുന്നത് ഖുറൂജിന്റെ ദിവസമാണ്. സൃഷ്ടികൾ അവർ മറമാടപ്പെട്ട് കിടക്കുന്ന അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്ന പുറപ്പാടിന്റെ ദിവസമാണ്. അത് അന്നഫ്ഹത്തു സാനിയ, രണ്ടാമത്തെ നഫ്ഹത്തിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഖിയാമത്ത് നാളിനെ കുറിച്ചോ ഒക്കെ വല്ല സംശയം തോന്നാം. പക്ഷെ ഇന്നാ നഹ്നു നുഹ്യി വ നുമീതു വ ഇലൈനൽ മസീർ, ഇവരെ സൃഷ്ടിച്ചത് നാമാണ് എന്ന വസ്തുത നിങ്ങൾ മറക്കരുത്. അവരെ മരിപ്പിച്ചത് നാമാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അങ്ങനെ അവരെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിന് ഒരിക്കൽ അവന്റെ അടുക്കലേക്ക് അവരെ തിരിച്ചു വിളിക്കുക എന്നുള്ളത് അത് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. ഇലൈനൽ മസീർ, നമ്മുടെ അടുക്കലേക്കാണ് എല്ലാവരും മടങ്ങി വരാനുള്ളത്. അങ്ങനെ മടങ്ങി വരുമ്പോ ആ ദിവസം തശഖഖുൽ അർളു അൻഹും സിറാഅൻ, ഭൂമി പിളർന്ന് അവരവരുടെ ഖബറുകളിൽ നിന്ന് കുഴിമാടങ്ങളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും.
അത് സിറാഅൻ, ആ സിറാഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ മുസ്രിഈൻ, മുസ്രിഈന ഇല ദാഇ യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസ്ർ. ഈ വിളി നടത്തുന്ന, ഈ സ്വൈഹത്ത് നടത്തുന്ന ആ മലക്കിന്റെ വിളിക്ക് നേരെ അവര് വളരെ ധൃതിയിലാണ്, ഒരു അമാന്തവും വരുത്താതെ വളരെ ധൃതിയിലാണ് അവർ പോവുക. അവിടെ സിറാഅൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അവര് സൃഷ്ടികൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ അവരെ ഹശറിന്റെ മഹശറിലേക്ക് വിളിക്കുമ്പോൾ പിന്നെ ഇടം വലം തിരിയാതെ മുഹ്തിഈന ഇലദ്ദാഇ, ആ വിളിക്കുന്ന ആളിലേക്ക് നേർക്ക് നേരെ തലയും താഴ്ത്തി നേരെ ധൃതിയിൽ പോവുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് അവിടെ സിറാഅൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാലിക ഹശറുൻ അലൈനാ യസീർ, അതാണ് ഹശർ. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഒട്ടും പ്രയാസമില്ലാത്ത കാര്യമാണ്. പിന്നെ അള്ളാഹു ഒരു താക്കീത് കൂടി നൽകിയിട്ട് അവസാനിപ്പിക്കാൻ, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ അല്ലദീന ജഅലുൽ ഖുർആന അദീൻ. ഖുർആനിനെ പരിഹസിക്കുകയും നബിയെ കളവാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവർ പലതും പറയുന്നു. ചിലപ്പോ നബിയെ കുറിച്ചിട്ട് പറയും സാഹിറാണ്, ചിലപ്പോ പറയും മസ്ഹൂറാണ്, ചിലപ്പോ സിഹർ ചെയ്യുന്ന ആളാന്ന് പറയും, ചിലപ്പോ സിഹർ കൊണ്ട ആളാന്ന് പറയും, ചിലപ്പോ മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്ന് പറയും, ചിലപ്പോ ഞങ്ങളെക്കാളും ഒരു മികവും പറയാനില്ലാത്ത ഞങ്ങളെപ്പോലുള്ള ഇല്ലാ ബശറും മിസ്ലുന, ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യനാണ്, അങ്ങനെയുള്ള ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ പറയുന്നതിന് കേൾക്കാൻ ഞങ്ങളാരാ, അങ്ങനെ പറയും. പലതും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അവര് പറയുന്ന ഇത്തരത്തിലുള്ള ഇഫ്തിറാഅത്തുകൾ, കദിബുകൾ, അവരുടെ ആരോപണങ്ങൾ അതെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്തരത്തിലുള്ള അവരുടെ തക്ദീബ് അത് കൂസൽ കൊടുക്കണ്ട, അതിനങ്ങോട്ട് മനസ്സ് കൊടുക്കേണ്ട കാര്യമല്ല. ആരിദ് അനിൽ ജാഹിലീൻ ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. ആ ജാഹിലീങ്ങളിൽ നിന്ന് നബിയെ താങ്കൾ തിരിഞ്ഞു കളയുക. അവരുടെ കാര്യം നാം ഏറ്റിട്ടുണ്ട്. അവരെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് ദുനിയാവിലാണെങ്കിൽ ദുനിയാവിൽ വെച്ച്, പരലോകത്താണെങ്കിൽ പരലോകത്ത് വെച്ച് നാം കൈകാര്യം ചെയ്യും. വമാ അൻത അലൈഹിം ബിജബ്ബാർ. അവരുടെ മേൽ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ അധികാരമുള്ള, അങ്ങനെ ഒരു സ്വേച്ഛാധിപത്യം നടപ്പിൽ വരുത്താൻ അധികാരമുള്ള, ബലം പ്രയോഗിക്കാൻ അധികാരം നൽകപ്പെട്ട ആളല്ല താങ്കൾ ജബ്ബാർ അല്ല. മറിച്ച് താങ്കളുടെ ബാധ്യത അത്തദ്കീറു ബിൽ ഖുർആൻ, ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് തദ്കീർ നടത്തുക എന്നുള്ളതാണ്. ഇനി അതിന്റെ തഫ്സീർ നമ്മൾ നോക്കാം. ഐ വസ്തമി, നീ ശ്രദ്ധാപൂർവം കേൾക്കണം. ഒരുപാട് തഫ്സീറുകൾ ഇതിൽ കാണും കേട്ടോ, വ്യത്യസ്തമായ തഫ്സീറുകൾ കാണും. പക്ഷെ അതില് അല്ലാമത്തു സഅദി റഹിമഹുല്ലാ തർജീഹ് ചെയ്യാവുന്ന ഖൗല് മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുത്തവ്വലായ തഫ്സീറുകൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും റാജിഹായ ഖൗൽ ഏതാണോ ആ ഖൗല് മാത്രം എടുത്തുദ്ധരിക്കുക എന്നുള്ളതാണ്, അല്ല ആ ഖൗലിനനുസരിച്ച് വ്യാഖ്യാനം പറഞ്ഞു പോവുക എന്നുള്ളതാണ് സഅദിന്റെ രീതി. അതുകൊണ്ട് അതില് മറ്റ് ഖൗലുകൾ കാണൂല. വസ്തമിഅ് ബിഖൽബിക്, അവിടെ സമഅല്ല ഇസ്തിമാ ആണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബിഖൽബിക്, താങ്കളുടെ ഹൃദയത്തോടു കൂടി. അവിടെ ഹൃദയത്തോടു കൂടി, ഹൃദയ സാന്നിധ്യത്തോടെ താങ്കൾ ശ്രദ്ധ കൊടുക്കണം. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നിദാ അൽ മുനാദി, നിദാ വിളി, വിളംബരം. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാള് സ്വകാര്യം പറഞ്ഞാൽ അതിന് മുസാറത്ത് എന്ന് പറയും, സിറ്. അത് കുറച്ച് ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അതിന് നമ്മൾ നജ്വ എന്ന് പറയും. എല്ലാവരുമായിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്, ഇപ്പൊ ബാങ്ക്, നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള വിളി, അത് നിദയാണ്. ഇനി ബാങ്കല്ലാതെ ചിലപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്ക് അസ്വലാത്തു ജാമിഅ, അത് നിദയാണ്. അത് ഇന്ന ആളെന്നില്ല, എല്ലാവർക്കും ഉള്ളതാ. അങ്ങനെയുള്ള വിളിക്കുന്ന, പരസ്യമായി വിളിച്ചു പറയുന്ന, പരസ്യമായി വിളംബരം ചെയ്യുന്ന ആ വിളിക്കുന്ന ആളുടെ വിളി അതിന് ചെവിക്കൊടുക്കുക, അത് ശ്രദ്ധാപൂർവം കേൾക്കുക. എന്നിട്ട് വഹുവ ഇസ്രാഫീലു അലൈഹിസ്സലാം
വ്യത്യസ്തങ്ങളായ അഖ്വാലുകൾ ഇതിന്റെ തഫ്സീറിൽ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഏറ്റവും നമുക്ക് മുൻഗണന നൽകാവുന്ന ഖൗല് അത് ആരാണ് ആ വിളിയാളൻ? ആ മുനാദി മൻ ഹുവ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീലിനെ കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ പേര് ആസാറുകളിൽ സ്ഥിരപ്പെട്ടതാണ്. മലക്കുകളിൽ പലരുടെയും പേരുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്, ഖുർആനിൽ വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശേഷണങ്ങൾ വന്നിട്ടുണ്ട്, പേര് വന്നിട്ടില്ലെങ്കിലും. ചിലരെ സംബന്ധിച്ച് വല്ലരെയും സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ മാത്രം പറഞ്ഞു പോയിട്ടുള്ളതാണ്. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ പോലുള്ളതെല്ലാം ആസാറുകളിൽ സ്ഥിരപ്പെട്ട പേരുകളാണ്. അവരുടെ ഡ്യൂട്ടി എന്താണ്, അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ചുമതല എന്താണ്, അത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഹദീസുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ജിബ്രീൽ, ഇസ്രാഫീലിന്റെ പ്രത്യേകത, ഇസ്രാഫീൽ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുകയാണ്, എന്നിട്ടിങ്ങനെ ഒന്ന് ആഞ്ഞു നിൽക്കുകയാണ് ചെയ്യണത്. എപ്പോഴാണോ അള്ളാന്റെ കൽപ്പന വരുന്നത് ആ സമയത്ത് കാഹളത്തിൽ ഊതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇസ്രാഫീൽ നിൽക്കുന്ന ആ നൃത്തം വർണ്ണിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഇതാണ് ചുറ്റുപാട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ സാധിക്കുക? മതിമറന്ന് ആഹ്ലാദിക്കുന്ന ഉന്മാദത്തിലേക്ക് പോകുന്ന ആളുകളോട് ഉണർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഘട്ടം എന്താന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഫീലിനെ കണ്ടിട്ടുണ്ട്. ഇസ്രാഇന്റെ സന്ദർഭത്തിൽ ആ ഇസ്രാഫീൽ അള്ളാന്റെ കൽപ്പന ഏത് നിമിഷവും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യത്തെ ഊത്തിന് വേണ്ടിയിട്ട് കാഹളം തന്റെ വായക്ക് നേരെ അടുപ്പിച്ച് പിടിച്ചിട്ട് ആഞ്ഞു നിൽക്കുകയാണ്. ആ നൃത്തം കണ്ടാൽ പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് പിന്നെ ആഹ്ലാദിക്കാൻ കഴിയുക? ഇസ്രാഫീൽ ആദ്യത്തെ ഒരു ഊത്ത് ഊതിയിട്ടുണ്ടെങ്കിൽ എല്ലാം നശിക്കും. ആദ്യത്തെ നഫ്ഖത്ത് എല്ലാം നശിക്കും. രണ്ടാമത്തെ ഊത്തിൽ പിന്നീട് എന്ത് ചെയ്യും? അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും നശിച്ചു കഴിഞ്ഞാൽ ആ നശിച്ച അവസ്ഥയിൽ അങ്ങ് കിടക്കുകയാണ്. എത്ര കാലം? മാഷാ അല്ലാഹ്, അതിന്റെ കാലപരിധി നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ ആ സൂറിൽ തന്നെ രണ്ടാമതൊരു ഊത്ത് കൂടി ഊതും. ആ രണ്ടാമത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ. അപ്പോഴാണ് ഓരോരുത്തരും അവരുടെ ഖബറിടങ്ങളിൽ നിന്ന്, അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോരും. അപ്പൊ ഹീന യൻഫഖു ഫിസ്സൂർ, അപ്പോ പിന്നെ ഇസ്തമിഅ് ബിഖൽബിക നിദാ അൽ മുനാദി. ആരാണ് മുനാദി? വഹുവ ഇസ്രാഫീലു അലൈഹിസ്സലാമാണ്. ആ ഇസ്രാഫീലു അലൈഹിസ്സലാം ആ കാഹളത്തിൽ ഊതുമ്പോ ഹീന യൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതുന്ന സന്ദർഭത്തിൽ ആ വിളിയുണ്ടല്ലോ, ആ വിളി നീ ശ്രദ്ധാപൂർവം കേൾക്കുക. അത് മിൻ മകാനിൻ ഖരീബ്, വളരെ അടുത്തൊരു സ്ഥലത്ത് വെച്ചാണ്. വളരെ അടുത്തൊരു സ്ഥലത്ത് വെച്ചാൽ അത് സഹ്റു ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പ്രയാസമാണ്. അങ്ങനെ ചില അഖ്വാലുകളുണ്ട്, പക്ഷെ അതൊക്കെ അഖ്വാലുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് അത് പിന്നെ മറ്റു തഫ്സീറുകളിലൊക്കെ വന്നിട്ടുള്ള ഖൗലുകൾ ഇദ്ദേഹം ഇവിടെ ഉദ്ധരിക്കാതിരുന്നത്. മറിച്ച് എന്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? അത് മിൻ മകാനിൻ ഖരീബിൻ മിനൽ ഖൽഖ്, സൃഷ്ടികളോട് വളരെ അടുത്ത് വെച്ച് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സൃഷ്ടികളോട് വളരെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, എന്നുവെച്ചാൽ ഏവർക്കും കേൾക്കാവുന്ന തരത്തിൽ, ഏവർക്കും കേൾക്കാവുന്ന സന്ദർഭം. ആദ്യത്തെ ആ ഊത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാവരും അങ്ങ് നശിക്കുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ഭൂമുഖത്തുള്ള ഏതൊരുത്തരും ആ ഊത്തോടു കൂടി നശിക്കും. മറ്റേ ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ സന്ദർഭത്തില് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചത് അൻദിർനി ഇലാ യൗമി യുബ്അസു. ആദ്യത്തെ ഊതില് എല്ലാരും കൂടി മരിക്കുകയാണ് ചെയ്യുന്നത്. അതുവരെ അല്ല മൂപ്പർക്ക് ആയുസ്. യൗമി യുബ്അസു ഇലാ യൗമി യുബ്അസു. അതും കഴിഞ്ഞിട്ട് കുറെ കാലം മരിച്ചു കിടന്നിട്ട് രണ്ടാമത്തെ ഊത്തിലാണ് ബഅസ് വരുന്നത്. അവര് പുനരുത്ഥാനം ചെയ്യപ്പെടുന്നത്, പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത്. ആ ദിവസം വരെ എനിക്ക് തരണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ഇന്നക മിനൽ മുൻദരി, നിനക്ക് സാവകാശം നൽകിയിട്ടുണ്ട്. ഇലൽ യൗമിൽ വഖത്തിൽ ഇലാ വഖത്തിൻ മഅലൂം, അല്ലെങ്കിൽ ഇലൽ യൗമിൽ മഅലൂം, ഇലാ യൗമിൽ, അങ്ങനെ ഒരു ആയത്തുണ്ട്. ഒരു അറിയപ്പെട്ട ദിവസം വരെ, സമയം വരെ. അത് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നഫ്ഖത്ത് വരെ ഇബ്ലീസിന് ആയുസ് നീട്ടിക്കൊടുത്തു. അതുവരെ ഫിത്നയായിട്ട് നടന്നു. നിനക്ക് കഴിയുന്നിടത്തോളം വസ്ത്രത്തെ, പിന്നെ നീ നിന്റെ സൈന്യത്തെ ഉപയോഗിച്ച്, നീ നിന്റെ അനുയായികളെ ഉപയോഗിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയൊക്കെ പഴപ്പിക്കാൻ പറ്റുമോ അവരൊക്കെ പഴപ്പിച്ച് നീ നടന്നു. വജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരിഖുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും വമാ യഇദുഹും ശൈത്താനു ഇല്ലാ ഗുറൂറ. സ്വത്തിന്റെ കാര്യത്തിലും അതുപോലെ മക്കളെ കാര്യത്തിലും മനുഷ്യരെ പോലെ തന്നെ നിനക്കും എന്തുണ്ട്? നിനക്കും സ്വാധീനമുണ്ട്. നിനക്കും മക്കളുണ്ടാകും, പെരുകും. അവരെ പോലെ നിനക്കും ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. അതിനൊന്നും കുഴപ്പമില്ല. നിന്റെ കഴിവും, നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന കഴിവും നിനക്ക് നൽകിയിട്ടുള്ള മറ്റ് സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് നീ അവരെ തെറ്റിലേക്ക് നീ കിട്ടുമെങ്കിൽ കിട്ടുന്നിടത്തോളം നീ കൊണ്ടുപോയിക്കോ. അത് അള്ളാഹിന് അവന് സാവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ നഫ്ഖത്തില് അതോട് കൂടിയിട്ട് ആകെ അങ്ങോട്ട് മാറും, സിറ്റുവേഷൻ ആകെ മാറും. പിന്നെ ഒന്നുമില്ല. ഭൂമി തുബദ്ദലുൽ അർളു ഗൈറുൽ അർള്, ഇന്ന് കാണുന്ന ഭൂമിയല്ല. അത് ഇന്ന് കാണുന്ന ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ ഈ മലയും അതുപോലെ തന്നെ ഈ സമുദ്രവും ഈ കുണ്ടും ഈ കുന്നും ഒന്നുമില്ല. അത് നിരന്നു കിടക്കുന്ന ഒരു ബെഡായിരിക്കും. വളവില്ല, വക്രതയില്ല, കയറ്റമില്ല, ഇറക്കമില്ല. അത് ഇന്ന് കാണുന്ന വലുപ്പല്ല. അത് കുറെ നീട്ടി വലിക്കപ്പെടും. എല്ലാം മാറും. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് അത് മാറി. ഇപ്പോഴുള്ള സമയവ്യവസ്ഥ മാറി. ഇപ്പോഴുള്ള നമ്മുടെ സ്പേസ് എന്ന് പറയുന്ന സ്പേസ് മാറി. അങ്ങനെ എല്ലാം നിരപ്പാക്കപ്പെട്ടു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാം നശിച്ചു കിടക്കുന്ന ആ കിടപ്പില് പിന്നീട് ഒരു സമയം വരുമ്പോ അള്ളാഹ് ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു ഇസ്രാഫീലിനോട് രണ്ടാമത്തെ ഊത്തിന് കൽപ്പന കൊടുക്കും. ആ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ എല്ലാവരും അതാ അവര് ഈ ഭൂമിയില് ലയിച്ചു കിടക്കുകയാണ്. നമ്മുടെ ശരീരം മുഴുവനും ഒഴുകിപ്പോയിട്ടുണ്ട്. എല്ലാം നശിച്ചിട്ട് മണ്ണിൽ ചേർന്നിട്ടുണ്ട്. പക്ഷെ മണ്ണിൽ എത്ര ലയിച്ചാലും ലയിക്കാത്തൊരു ഭാഗം മനുഷ്യ ശരീരത്തിലുണ്ട്. ഈ നട്ടലിന്റെ അവസാനത്തെ ഭാഗം. അത് ഒരു വിത്ത് പോലെ അവിടെ കിടക്കും. പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങിക്കഴിഞ്ഞാൽ, മഴ ഇറങ്ങിയാൽ സസ്യങ്ങളുടെ വിത്തുകളിൽ നിന്ന് സസ്യങ്ങൾ, ചെടികൾ മുളച്ചു പൊങ്ങുന്നത് പോലെ ഈ ജന്തുജാതികളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് ജന്തുജാതികളിൽ നിന്ന് അവരുടെ ഈ അവശേഷിക്കുന്ന ഭാഗത്ത് നിന്ന് അവർ രണ്ടാമതും പുനരെഴുന്നേൽപ്പിക്കപ്പെടും. അങ്ങനെ എല്ലാ അവയവങ്ങളും, എല്ലാ ജോയിന്റുകളും, എല്ലാ ലിംസും ഓർഗൻസും അതിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ എന്ത് ചെയ്യൂ, നിങ്ങൾ പഴയപടി ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നത് ആ രൂപത്തിലേക്ക് റീഅസംബിൾ ചെയ്ത് പോകാൻ വേണ്ടി പറയും. സൂറിലുള്ള ഒരു സുഖ്ബിൽ, സൂറിന്റെ കാഹളത്തിലുള്ള ഒരു ചെറിയ ഒരു പിന്നെ ഓട്ടയില്, ഒരു മാളത്തില് അർവാഹികൾ ഉണ്ടാകും എന്ന് റിവായത്തുണ്ട്. സുഹത്തിനെ സംബന്ധിച്ച് സംശയമാണ്, പരിശോധിക്കേണ്ടതാണ്. ഊതുന്ന സമയത്ത് അതിങ്ങോട്ട് ജ്വലിക്കുകയും അവയെല്ലാം അങ്ങോട്ട് പടരുകയും ചെയ്യും എന്നാണ് ആ റിവായത്തിൽ പറയുന്നത്. അവയോട് പറയും, നിങ്ങൾ ആദ്യം ഏത് ശരീരത്തിലാണോ ഈ റൂഹ് ഉണ്ടായിരുന്നത് അതത് ശരീരത്തിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകുക. അങ്ങനെ ഏതൊരവസ്ഥയിലാണോ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ ജീവിച്ചിരുന്നത് അതേമാതിരി പഴയ അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വരും. അന്നുസവ്വിയ ബനാന,
നമ്മുടെ ഫിംഗർ ടിപ്സ് വരെ പഴയതുപോലെ ശരിയാക്കും. താരിഫൂനഹും ബിസീമാഹും. ഇന്ന് നമ്മൾ പരസ്പരം ഓരോ ആളുകളെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഓരോരുത്തർക്ക് അവരുടേതായ ഒരു അപ്പിയറൻസ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് മുഴുവനും, ആ അടയാളങ്ങൾ മുഴുവനും വെച്ചിട്ട്, ആ ഫീച്ചേഴ്സ് വെച്ചിട്ട് തിരിച്ചറിയാവുന്ന വിധത്തിൽ ഓരോരുത്തരുണ്ടാവും. അങ്ങനെ കമാ ഖലഖനാകും അവ്വല മർറ, ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അന്ന് നിങ്ങൾ ഭൂമിയിൽ എങ്ങനെ വന്നോ അതേ പ്രകാരം, ഉടുതുണിയില്ലാതെ, ചേലാകർമ്മം കഴിക്കാതെ, നിങ്ങളുടെ എല്ലാ ഫീച്ചേഴ്സും നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ തിരിച്ചറിയുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ ലക്ഷണങ്ങളോടും കൂടി നിങ്ങൾ അവിടെ വരും. അത് ആദം അലൈഹിസ്സലാം തൊട്ട് അവസാനത്തെ വ്യക്തി വരെ ഉണ്ടാകും. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. അവരെ ഈ മഹ്ശറിലേക്ക്, ആ മൈതാനത്തേക്ക് വിളിക്കുകയാണ്. ആ വിളി അത് കേൾക്കാത്ത ഒരാളുമില്ല. ആ വിളി മനസ്സ് കൊടുത്താണ് കേൾക്കേണ്ടത്. ആ വിളിച്ചിട്ട് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോൾ പിന്നെ ഇടം വലം നോക്കാതെ മുഹത്തിഅഴിനയിലദ്ദാഇ, ആ വിളിക്കുന്നവന്റെ വിളിയും കേട്ടിട്ട് അതിലേക്ക് അവർ ധൃതിയിൽ അങ്ങോട്ട് പോവുകയാണ്. സിറാഅൻ. ഇതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അവിടെ അത്ര പറയാനേ നിവൃത്തിയുള്ളൂ. അത് സഹറത്താണോ അല്ലാത്തതാണോ അതൊന്നും പറയാൻ നിവൃത്തിയില്ല. സൃഷ്ടികളോട് അടുത്ത് നിൽക്കുന്ന സമീപസ്ഥമായ ഒരു സ്ഥാനത്ത് നിന്നാണ് ഈ ഊത്ത് വരുന്നത്. ഇസ്രാഫീൽ ഊതുന്നത്, മഹ്ശറിലേക്ക് വിളിക്കുന്നത് അത് കേൾക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആരും കേൾക്കാതെ അവ്യക്തമായി പോകാനല്ല, എല്ലാവരും കൃത്യമായി കേൾക്കാവുന്ന വിധം അടുത്ത് തന്നെ ആയിരിക്കും. യൗമ യസ്മഊന സ്വൈഹ, ആ വിളി, ആ സ്വൈഹത്ത്, ആ അട്ടഹാസം, ഉച്ചത്തിലുള്ള ആ വിളിക്കാണ് ഇവിടെ സ്വൈഹത്ത് എന്ന് പറഞ്ഞത്. യുനാദിൽ മുനാദി എന്ന് പറഞ്ഞില്ലേ, വിളിക്കുന്ന ആള് വിളിക്കുന്ന ആ വിളിക്ക്, ആ നിദാഹിനാണ് ഇവിടെ സ്വൈഹത്ത് എന്ന് പറയുന്നത്. യുനാദി വിളിക്കുന്നു, അൽ മുനാദി വിളിക്കുന്നവൻ, അങ്ങനെ വിളിക്കുന്ന ആ വിളിയുടെ ശബ്ദത്തിനാണ് ഇവിടെ സ്വൈഹത്ത് എന്ന് പറയുന്നത്. അന്ന് ആ ദിവസം അവര് കേൾക്കും അസ്വൈഹത്ത, ആ വിളി കേൾക്കും. ആരാണ് കേൾക്കും എന്ന് പറഞ്ഞത്? കുല്ലുൽ ഖലായിഖ്, ഓൾ ദ ക്രിയേഷൻ, എല്ലാ സൃഷ്ടികളും കേൾക്കും. യസ്മഊന തിൽക സ്വൈഹത്ത, ആ വിളി ഉണ്ടല്ലോ, ആ സ്വൈഹത്ത്, അട്ടഹാസം, അതവർ കേൾക്കും. ആ അട്ടഹാസം എന്ന് പറഞ്ഞാൽ അൽ മുസ്ഇജ അൽ മുഹവ്വില, അത് മുസ്ഇജത്താണ്. ആരെയും അങ്കരാപ്പിലാക്കി തീർക്കുന്ന, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ്. ഭയങ്കരമായി നമ്മളെ അങ്കരാപ്പിലാക്കുന്ന, നമ്മളെ ആകെ കൂടെ ഇടങ്ങാറാക്കി കളയുന്നതാണ്. മുഹവ്വില, ഭീതിജനകമാണ്, ഭയാനകമാണ്, ഭീതി ഉണ്ടാക്കുന്നതാണ്, ഭയങ്കരമായി നമ്മളെ അസ്വസ്ഥമാക്കുന്നതാണ്. മുസ്ഇജത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ആജ് ഉണ്ടാക്കുന്നത്. ഇസ്ആജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കരാപ്പ്, അസ്വസ്ഥത, ഇതൊക്കെയാണ് പറയാ. ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ ചെറുതായി തോന്നണ്ട, അതിന്റെ ഏറ്റവും എക്സ്ട്രീം ഫോമാണ്. ഹൗല് എന്ന് പറഞ്ഞാൽ ഭയപ്പാടിനാണ്, ഭീതിക്കാണ് പറയാ. മുഹവ്വിലത്ത്, ഹൗലുണ്ടാക്കുന്ന, അത് ബിൽ ഹഖ്. അങ്ങനെ അവരെ വിളിച്ചു കൊണ്ടുപോവുക എന്നുള്ള കാര്യം ബിൽ ഹഖ്, അതില് ഒരു സംശയം നമുക്ക് വേണ്ട. അവിടെ അതിന്റെ പ്രാഥമികമായ അർത്ഥമാണ് സഅദി എടുത്തത്. അല്ലദീ ലാ ശക്ക ഫീഹി വലം തിറ, അതിൽ സംശയത്തിനൊരു അവകാശമല്ല, വലം തിറ, അതിൽ ശങ്കയ്ക്ക് യാതൊരു കാര്യമല്ല. സംശയമില്ലാത്ത, തർക്കമറ്റ കാര്യമാണ്. അതിന്റെ ഒരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം, ആ ദിവസത്തേക്ക് ആളുകളെ വിളിക്കുക എന്നുള്ളത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതില്ലെങ്കിൽ ജീവിതം പൂർണ്ണാകില്ല. അതില്ലെങ്കിൽ അള്ളാഹുവിന്റെ അദല് അതിവിടെ പൂർണ്ണാവില്ല. കാരണം ഇവിടെ നീതി ആർക്കും പൂർത്തീകരിച്ചിട്ടല്ല പോണത്. ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ ആർക്കും നീതി കിട്ടുന്നില്ല. ഇവിടെ നീതി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. അതിനുള്ള സംവിധാനങ്ങൾ ദുനിയാവിലില്ല. 5000 പേരെ കൊന്നോനെ ഒരു വട്ടം തൂക്കിലേറ്റാനേ പറ്റുള്ളൂ. മരിക്കണത് വരെ തൂക്കിക്കൊല്ലാന്ന് എഴുതാം. അവനെ ഒന്നുകിൽ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൂക്കുകയറിലോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടേലോ അവനങ്ങ് തീർക്കാം ഒരു തവണ. അവന് 5000 തവണ കൊല്ലാനൊന്നും കഴിയില്ല.
അതുകൊണ്ട് ഇവിടുത്തെ നീതിയൊന്നുമില്ല. അതുകൊണ്ട് ജീവിതം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ, ജീവിതം നീതിപൂർണമായി ഭവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വേണ്ടതാണ്. അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. ആ ഹക്ക്, ആ ലെജിറ്റിമസിയിലേക്കായിരിക്കാം അതിലേക്ക് അത് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ അതിന് വ്യാഖ്യാനമുണ്ട്. ഏതാണെങ്കിലും സഅദി കൊടുത്തത് അങ്ങനെ ഒരു സ്വൈഹത്തുണ്ടാകും. ഇസ്രാഫീൽ എന്ന് പറയുന്ന മുനാദി, അയാൾ യുനാദി, അയാൾ വിളിക്കും. അയാൾ വിളിക്കുന്നത് ഒരു സ്വൈഹത്താണ്. ആ സൂറിലൂടെ അദ്ദേഹം നടത്തുന്ന ആ സ്വൈഹത്ത് എന്ന് പറയുന്നത് അത് മിൻ മകാനിൻ ഖരീബിൻ മിനൽ ഖലായിഖി കുല്ലിഹിം, മുഴുസൃഷ്ടികളോടും വളരെ സമീപസ്ഥമായ ഒരു സ്ഥലത്ത് വെച്ചാണ് അതെല്ലാവരും കേൾക്കും. അത് അവരുടെ ഹൃദയത്തോടു കൂടി അവർ കേൾക്കുക തന്നെ ചെയ്യും. ആ വിളി എന്ന് പറഞ്ഞാൽ അല്ലദീ, യാതൊരു തരത്തിലുള്ള വിളിയാണ്. ലാ ശക്ക ഫീഹി, അതിൽ സംശയമൊട്ടുമേ ഇല്ല. വലം തിറ, അതിൽ മിറിയത്ത്, ശങ്ക ഒട്ടുമേ ഇല്ല. ശക്കും മിറിയത്തും ഇല്ല. എന്തെങ്കിലും ഒന്ന് തർക്കിച്ചു നോക്കാൻ, സംശയിച്ചു നോക്കാൻ, സംശയം ഉണ്ടാക്കി ജനിപ്പിച്ചു നോക്കാൻ ഒരു ചാൻസും ഇല്ലാത്തതാണ്. ശക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും സാധ്യത ഉണ്ട്, ഇതിനും സാധ്യത ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് ശക്ക് എന്ന് പറയാം. മിറിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ മിറിയത്ത് ഫീഹി എന്ന് പറഞ്ഞാൽ ഒരു സംശയം ജനിപ്പിച്ചിട്ട് എന്നാലും ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞു നോക്കുന്ന കാര്യമാണ് മിറിയത്ത്. ഒരു സംശയം ജനിപ്പിച്ചൊന്ന് തർക്കിച്ചു നോക്കാനുള്ള ചാൻസ് അതുപോലുമില്ല. അവിടെ സംശയത്തിന് ഒരു വക നൽകുന്നില്ല, ശങ്കക്ക് യാതൊരു സ്ഥാനവുമില്ല. അത് ഹക്കൻ, സത്യമായി പുലരുക തന്നെ ചെയ്യും. ആ ദിവസത്തിന് നമുക്ക് പറയാൻ പറ്റിയ ദാലിക യൗമുൽ ഖുറൂജ്, അത് അഥവാ ഇസ്രാഫീൽ യുനാദി, ഇസ്രാഫീൽ ഹുവൽ മുനാദി വഹുവ യുനാദി. ആ വിളിക്കുന്നത്, ആ വിളിക്കാണ് നമ്മൾ സൂറിലൂതുന്ന ഊത്ത്, നഫ്ഹത്ത് എന്ന് പറയുന്നത്. അതാണ് സ്വൈഹത്ത്. ആ സ്വൈഹത്ത് നടക്കുന്ന ആ ദിവസം, അത് രണ്ടാമത്തെ സ്വൈഹത്ത് നടക്കുന്ന ആ ദിവസം, അതാണ് യൗമുൽ ഖുറൂജ്. ഖുറൂജ്, ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ്. എവിടുന്നാണ് പുറപ്പെടുന്നത്? അവരവരുടെ കുഴിമാടങ്ങളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അത് ഖുറൂജ് എന്ന് പറഞ്ഞാൽ മിനൽ ഖുബൂർ, അവരുടെ ഖബറുകളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഖബറുകളില്ലാതെ കരിച്ചു കളഞ്ഞ ആൾക്കാരോ, അത് അവരുടെ ഖബറാണ്. ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കം ചെയ്യപ്പെട്ടു എന്നാണ്. അത് ചിലപ്പോൾ ചിലർ എന്തെങ്കിലും ഒരു കുടത്തിലായിട്ട് അടക്കം ചെയ്യും. ചില ആളുകൾ ഭസ്മമാക്കി കുടത്തിലാക്കിയിട്ട് അടക്കം ചെയ്യും. ചില ആൾക്കാർ അതിനെ നദിയിലൊഴുക്കും. അങ്ങനെ നദിയിലൊഴുക്കിയാലും ശരി, കുടത്തിലാക്കി വെച്ചാലും ശരി, ഖബറിലാക്കി വെച്ചാലും ശരി, ഇനി ഒരു വിമാനാപകടത്തിൽ ഒന്നായിട്ട് കരിഞ്ഞു പോയി എന്ന് വിചാരിച്ചാലും ശരി, സംഗതി അത് അള്ളാന്റെ ഈ സൃഷ്ടിയിൽ അഥവാ ഈ ഭൂമിയിൽ തന്നെ കിടപ്പുണ്ട്. ഈ ഭൂമിയിൽ എവിടെയാണ് അവർ കിടക്കുന്നത്? അതാണ് അവരുടെ ഖബർ. ആ ഖബറുകളിൽ നിന്ന് അവരെ റീഅസംബിൾ ചെയ്തിട്ട് അവർ പുറത്തേക്ക് വരും. അല്ലദി ഇൻഫറദ ബിഹി അൽ ഖാദിറു അലാ കുല്ലി ഷൈ, അല്ലദി ഇൻഫറദ ബിഹി അൽ ഖാദിറു അലാ കുല്ലി ഷൈ. ആ യൗമുൽ ഖുറൂജ് എന്ന് പറയുന്നത് ഇൻഫറദ ബിഹി, അത് ഒരുത്തന് മാത്രാണ്, അവന് മാത്രമുള്ളതാണ്. ഇൻഫറദ ബിഹി, ആ കാര്യം മുൻഫരിദായിരിക്കുന്നു, തനിച്ചായിരിക്കുന്നു, ഏകമായിരിക്കുന്നു. ആർക്ക്? ഇൻഫറദ ബിഹി, ആ കാര്യം കൊണ്ട് മുൻഫരിദായിട്ടുണ്ട്, ഒറ്റക്കായിട്ടുണ്ട്, വേറെ ആരും അതിലില്ല. അൽ ഖാദിറു അലാ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ. അൽ ഖാദിറു അലാ കുല്ലി ഷൈ ഹുവ അല്ലാഹ്. മൻ ഹുവൽ ഖാദിറു അലാ കുല്ലി ഷൈ ഹുവ അല്ലാഹ്. എല്ലാറ്റിനും കഴിവുറ്റവനായ അള്ളാഹു, അവന് മാത്രം കഴിയുന്ന കാര്യമാണത്. ഏത്? ഈ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക, അവരുടെ ഖബറുകളിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുക. അവരുടെ ശരീരങ്ങൾ, അവയവങ്ങളെല്ലാം തന്നെ ചിതറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഔസാലുകൾ മുമസ്സഅത്താണ്, ഓരോ ജോയിന്റും വേർപെട്ടു പോയിട്ടുണ്ട്. ശരീരത്തിലെ അശ്ലാഹുകൾ, ശരീരത്തിന്റെ ഓരോ ലിംസും അതെല്ലാം തന്നെ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലായിട്ട് കിടപ്പില്ല, അത് ദ്രവിച്ചു പോയിട്ടുണ്ട്. മുടിയായിട്ട് കിടക്കുന്നില്ല, അത് ദ്രവിച്ചു പോയിട്ടുണ്ട്. മാംസമൊക്കെ എന്നോ പോയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ദ്രവിച്ചു പോയിട്ടുള്ള ഈ വസ്തുക്കളെ രണ്ടാമതും ഒരുമിച്ച് കൂട്ടി. പണ്ട് അവർക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നോ, കായികമായി ശാരീരികമായി എന്തെല്ലാം ലക്ഷണങ്ങളും അടയാളങ്ങളും ഉണ്ടായിരുന്നോ, അതോടുകൂടിയിട്ട് അവരുടെ ഫിംഗർ ടിപ്സ് വരെ ശരിയായിട്ട് ഇങ്ങോട്ട് വരുന്നു. ആ ശരീരത്തിലേക്ക് അവരുടെ റൂഹുകൾ തന്നെ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ഇവിടുന്ന് നമ്മൾ എങ്ങനെയായിരുന്നോ അതേ രൂപത്തിൽ കൊണ്ടുവരുന്നു.
ഇത് ആർക്കും ചെയ്യാൻ പറ്റൂല. യംഫരിദു ബിഹി, അത് ഒരുത്തനു മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ആരാണ് ഒരുവൻ? അൽ ഖാദിറു അലാ കുല്ലി ഷൈ ഹുവല്ലാഹു സുബ്ഹാനഹു. അതുകൊണ്ടാണ് വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്നാ നഹ്നു നുഹ്യീ വ നുമീത്, തീർച്ചയായും നാം ജീവിപ്പിക്കുന്നു, നാം മരിപ്പിക്കുന്നു. വ ഇലൈനൽ മസീർ, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളത് സൗകര്യപൂർവ്വം അങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും മനസ്സിൽ വെച്ച് പോണത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, മരണാനന്തരം ഒരു ജീവിതം ഉണ്ടാകും എന്നുള്ളത് സൗകര്യപൂർവ്വം നമ്മളങ്ങ് മറക്കുകയാണ്. എത്ര ആളുകള് ഇപ്പൊ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ദീനിയായ ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കുന്നു എന്ന് കരുതുന്ന ആളുകളുടെയും മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണോ പുനരുജ്ജീവിപ്പിക്കും എന്നുള്ളത്? ഇല്ല. തൗഹീദിൽ നിന്ന് ജനങ്ങൾ എങ്ങനെ അകന്നു പോകുമോ, എത്ര പെട്ടെന്ന് എത്രത്തോളം അവരതിൽ നിന്ന് അകന്നു പോകുമോ അതേപോലെ അത്രയും പെട്ടെന്ന് അതേ വേഗതയിലും അതേ തീവ്രതയിലും അകന്നു പോകുന്ന കാര്യമാണ് അൽ ഈമാനു ബിൽ ബഅ്സ്, ബഅ്സിലുള്ള വിശ്വാസത്തിൽ നിന്ന് ജനങ്ങൾ അകലുക എന്നുള്ളത്. അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ പോലും അവരുടെ മനസ്സിലുള്ള ഒരു ബേണിംഗ് ആയിട്ടുള്ള ഫീലിംഗ് അല്ല ഞാൻ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നുള്ളത്. അതങ്ങനെ അത്ര സജീവമായിട്ട് ആർക്കില്ല. അത് സജീവമായിട്ട് യാതൊരുത്തന്റെ മനസ്സിലുണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ വിശ്വാസം ബേണിംഗ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. നിങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മരണത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. രോഗിയായി കിടക്കുന്ന ഒരാളെ സന്ദർശിക്കണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് ചെയ്യേണ്ട കടമന്റെ പുറമെ നമുക്കതിലൊരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മളെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇത്തിബാഉൽ ജനായിസ്, ജനാസയെ പിന്തുടരുക എന്ന് പറയുന്നത് അയാളോട് നമുക്കുള്ളൊരു ഹക്കാണ്. അതേ സന്ദർഭത്തിൽ തന്നെ അതിൽ ഈ ഇത്തിബാഴ് നടത്തുന്ന ജനാസ ഫോളോ ചെയ്യുന്ന ഒരാൾക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. ഞാനും അങ്ങനെ പോകേണ്ടി വരും എന്ന ഒരു തിരിച്ചറിവ് വരും. ഖബർ സന്ദർശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഖബർ സന്ദർശനം പറ്റണ്ട് വിലക്കിയിരുന്നു. അലാ കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഖബർ സന്ദർശിക്കുന്നത് ഞാനൊരു ഘട്ടത്തിൽ നിങ്ങളോട് വിലക്കിയിരുന്നു. ഇനിമേൽ നിങ്ങൾക്ക് ഖബർ സന്ദർശിക്കാവുന്നതാണ്. ആ വിലക്ക് ലിഫ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഖബർ സന്ദർശിക്കാം. കാരണം ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് പരലോകത്തെ കുറിച്ച് നിങ്ങൾ ഓർമ്മിപ്പിക്കും. അതിനാണ് ഖബർ സന്ദർശിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. അതാണ്. ഇത് ഓർമ്മിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ശറഅിൽ നിയമമാക്കി നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു. അതുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല. ദുനിയാവിൽ അങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താ മനുഷ്യന്റെ അവസ്ഥ. മരിക്കുക എന്നുള്ളത് പോലും എനിക്കുള്ളതല്ല, അതെന്റെ ചുറ്റുമില്ല. അയലോകത്ത് വരും, മറ്റൊടത്ത് വരും, മറിച്ചോടത്ത് വരും, കുറച്ചുകൂടി പ്രായമുള്ളവർക്ക് വരും, മറ്റവർക്ക് വരും. പക്ഷെ മരണം എന്നെ മാത്രം തൊടാതെ കടന്നു പോകുന്നതാണ് ഓരോരുത്തരും കരുതി നടക്കുന്നത്. എന്റെ അടുത്തുള്ള ആളത്തോടും വലത്തുള്ള ആളത്തോടും മുന്നിലുള്ള ആളത്തോടും പിന്നിലുള്ള ആളത്തോടും എന്നെ അങ്ങ് ഒഴിവാക്കി പോകും. ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്താ, അത് അപ്പം നോക്കാം. അതിനെക്കുറിച്ച് പറയല്ല, ഇപ്പൊ ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയമല്ല. അങ്ങനെ ഒരു മാനസികമായ ബുദ്ധിപരമായ ഒരു സ്വന്തം ഉണ്ടാക്കാൻ ആരും തയ്യാറില്ല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് പറഞ്ഞു നഹ്നു നഹ്യീ വ നുമീത്, നമ്മൾ ജീവിപ്പിക്കുന്നു, നമ്മൾ മരിപ്പിക്കുന്നു. വ ഇലൈനൽ മസീർ, നമ്മുടെ അടുക്കലേക്കാണ് അവരെല്ലാവരും ചെന്നവസാനിക്കുക. മുഴുവൻ സൃഷ്ടികളുടെയും മസീർ, പര്യവസാനം നമ്മുടെ അടുക്കലേക്കാണ്. അള്ളാഹുവിലേക്ക് മടങ്ങാതെ, അള്ളാഹുവിലേക്ക് തിരിച്ചെത്താതെ ഒരാളും പോരാ. നിങ്ങൾ രക്ഷപ്പെട്ടു കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹുവിനെ മറികടന്നിട്ട് അവരെ തോൽപ്പിച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹു മറന്നു പോകും, അള്ളാഹ് നമ്മൾ അവഗണിച്ചുവല്ല, അല്ലെങ്കിൽ അറിയാണ്ട് കഴിച്ചിലായി പോകും എന്നും കരുതുന്നുണ്ടോ? അതൊന്നും കരുതണ്ട. ഓരോ മനുഷ്യനും അള്ളാഹിന്റെ മുന്നിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻ തഖൂമു ലില്ലാഹി മത്നാ വഫുറാദ,
അള്ളാഹിന്റെ മുന്നിൽ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കണം ഒറ്റക്ക്. ആ സമയത്ത് അവന്റെ ഭാര്യ ഉണ്ടാവില്ല, അവന്റെ മക്കളുണ്ടാവില്ല, അവന്റെ കുടുംബക്കാരുണ്ടാവില്ല, അവന്റെ മറ്റു ബന്ധുക്കളുണ്ടാവില്ല, അല്ലെങ്കിൽ അവന്റെ പാർട്ടിക്കാരുണ്ടാവില്ല, ആരും പിന്തുണക്കാരുണ്ടാവില്ല. ഇല്ല ആതിർ റഹ്മാനി അബ്ദൻ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. ഖിയാമത്ത് നാളിൽ അള്ളാഹിന്റെ മുന്നിൽ വരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും. അവനവന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അവന്റെ എല്ലാ കാര്യം അവൻ ഏറ്റെടുത്തോളണം. അവിടെ നേതാജിക്ക് അമർ രഹ എന്ന് പറഞ്ഞ് വിളിക്കാൻ നേതാപ്പേര് അനുയായികളൊന്നും ഉണ്ടാവില്ല. അവിടെ മാറിട്ട് കൊണ്ടുവരാൻ ഒരാളുണ്ടാവില്ല. ഇവിടെ അല്ലെങ്കിൽ വലിയ വലിയ പൈസക്കാർ മുതലാളിമാര് അവർ ചെല്ലുമ്പോൾ എല്ലാ ഒത്താശകളുമായി ചുറ്റും കൂടാൻ ആളുകളുള്ള പോലെ അവിടെ ആരും ഉണ്ടാവില്ല. എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ കടന്നു വന്നത്, പിറന്നു വീണത്, ആ കടന്നു വന്ന പിറന്നു വീണ അതേപടി കമാ ഖലഖനാകും അവ്വല മറ, ആദ്യ തവണ നിങ്ങളെ നാം സൃഷ്ടിച്ച ആ ഒറ്റക്ക് നിങ്ങൾ അള്ളാന്റെ മുന്നിലേക്ക് വരേണ്ടി വരും. വൈലൈനൽ മസ്ർ യൗമ തശഖഖുൽ അർളു അൻഹും, അന്ന് അവരെ വെളിവാക്കിയിട്ട് ഭൂമി പിളരും. ഐ അനിൽ അംവാത്ത്, മരിച്ച് മണ്ണായി പോയിട്ട് മരിച്ച് മറമാടപ്പെട്ടിട്ടുള്ള അംവാത്ത് മരണപ്പെട്ട ആളുകളെ വെളിവാക്കിയിട്ട് ഭൂമി പിളരും. അങ്ങനെ ഭൂമിയിൽ പിളർന്ന് അതിനിങ്ങനെ മനുഷ്യന്മാർ വരും. എത്ര മനുഷ്യന്മാർ ഈ ഭൂമിയിൽ നീച്ചു പൊങ്ങാണ്ടാവും നമുക്കറിയില്ല. എത്ര യുഗങ്ങളായിട്ട് എത്ര തലമുറകളായിട്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അബുൽ അലാൽമാരിന്റെ ഒരു വരി കവിത ഉള്ളത്, ഖഫിഫിൽ വത്ത് മാ അളുന്നു അദീമൽ അർള് ഇല്ലാ മിൻ ഹാദിഹിൽ അജ്സാദി. ഭൂമിയിൽ ചവിട്ടുമ്പോ ഒന്ന് മെല്ലെ ചവിട്ടാനാണ് അയാൾ പറയുന്നത്. കാരണം ഈ ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ എന്റെ ശരീരല്ലേ, ഇതുപോലുള്ള ഈ ശരീരം അതാണ് ഈ ഭൂമിന്റെ ക്രസ്റ്റ് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. അത്രമേൽ ആളുകൾ ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്, ഈ മണ്ണിൽ ചേർന്ന് കിടപ്പുണ്ട്. അപ്പൊ നമ്മളെ ഒരുപാട് പൂർവികര് അവരുടെ ശരീരത്തിലൂടെയാണ് നീ ചവിട്ടി നടക്കുന്നത് എന്നൊരു ഓർമ്മ വേണം. അതുകൊണ്ട് ഖഫിഫിൽ വത്ത് മാ അളുന്നു അദീമൽ അർള് ഇല്ലാ മിൻ ഹാദിഹിൽ അജ്സാദി റുബ്ബ ഖബ്രിൻ സ്വാറ ഖബ്റൻ മിറാറൻ ളാഹികൻ മിൻ തസാഹുമിൽ അൾദാദി. എത്ര ഖബറുകൾ, സ്വാറ ഖബ്റൻ മിറാറൻ, അതൊരു വട്ടം ഖബറായത് പല തവണകൾ അത് ഖബറായി മാറിയിട്ടുണ്ട്. സ്വാറ ഖബ്റൻ മിറാറൻ ളാഹികൻ, ആ ഖബർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൻ തസാഹുമിൽ അൾദാദി, വിരുദ്ധങ്ങളായിട്ടുള്ള സന്ദർശകർ മാറി മാറി ആ ഖബറിലേക്ക് വരുന്നുണ്ടിട്ട്. കുറച്ചു മുമ്പ് ഇവിടെ കൊണ്ടുവച്ചത് ഒരാണിനായിരുന്നു, ഇപ്പൊ കൊണ്ടുവരുന്നത് ഒരു പെണ്ണിനെയാണ്. കുറച്ചു മുമ്പ് ഇവിടെ അടക്കം ചെയ്തത് ഒരു ചെറിയ കുട്ടിനായിരുന്നു. ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടുകിളവനായി മരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ പണ്ട് വന്നത് ഒരു വലിയ സമ്പന്നനായിരുന്നു, ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദരിദ്രവാസനയാണ്. ഇങ്ങനെയുള്ള അളദാദുകൾ മാറി മാറി മറിഞ്ഞും തിരിച്ചും ഇങ്ങനെ ഈ കുഴിമാടത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് കൊണ്ട് ആ ഖബർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വൈപരീത്യങ്ങൾ കണ്ടിട്ട്. അതുകൊണ്ട് ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോൾ മനുഷ്യ കുറച്ചൊന്ന് ഒരു മയത്ത് ചവിട്ടണം എന്നാണ് അബുൽ അലാലുമാരി പറഞ്ഞത്. എന്ന മാതിരി ഈ ഭൂമി പിളർന്ന് അതിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. യഖ്റുജൂന മിനൽ അജ്ദാദ് കഅന്നഹും ജറാദുൻ മുൻതശിർ, അവരവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. പുറത്തു വരുമ്പോ 1, 2, 3, 4 ആൾക്കാരല്ല, ജറാദുൻ മുൻതശിർ, വെട്ടുകിളി കണക്കെയാണ്. വെട്ടുകിളികൾ അങ്ങനെയാണല്ലോ, വെട്ടുകിളി വരിക എന്ന് പറഞ്ഞാൽ ഒന്നായിട്ടല്ല വരിക, വലിയ കൂട്ടങ്ങളായിട്ടാ വരിക. എന്നിട്ടൊരു സ്ഥലം ഒന്നായിട്ട് അങ്ങോട്ട് മൂടാൻ മാത്രം ഉണ്ടാവും. എന്നതുപോലെ ഓരോ സ്ഥലത്തു നിന്നും അസംഖ്യം ആളുകളാണ് വരുന്നത്. ഭൂമി പിളർന്ന് അതിൽ നിന്ന് ഇങ്ങനെ ഖബറുകളിൽ നിന്ന് അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായിട്ടുള്ള മനുഷ്യര് അവരവരുടെ പഴയ അവസ്ഥയിലേക്ക് അവരുടെ ശരീരങ്ങൾ അത് റീഅസംബിൾ ചെയ്യപ്പെടുന്നു, ആത്മാക്കൾ അതിൽ സന്നിവേശിപ്പിക്കപ്പെടുന്നു. അവരുടെ പഴയ എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട് അവരിങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. അതാണ് തശഖഖുൽ അർളു അൻഹും ഐ അനിൽ അംവാത്ത് സിറാഅൻ. അവിടെ സിറാഅൻ എന്ന് പറഞ്ഞാൽ ഐ യുസ്രിഊന, അവര് ധൃതിയിൽ പോകാണ്. എന്തിന്? ലിഇജാബത്തി ദാഇ ലഹും,
അവരെ വിളിക്കുന്ന വിളിയാളന് ഉത്തരം ചെയ്യാൻ വേണ്ടി. എന്തിനാണ് അവർ ധൃതി കാണിക്കുന്നത്? പിന്നെ അവർ അങ്ങോട്ട് നോക്കണില്ല, ഇങ്ങോട്ട് നോക്കണില്ല. അവർ തലങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പോകാണ്, ഒറ്റ നോട്ടം. ആരുടെ നേരിലേക്ക് മാത്രമാണ് അവരുടെ കണ്ണ് പോകുന്നത്, അവരുടെ ശ്രദ്ധ പോകുന്നത്, അവരുടെ മനസ്സ് പോകുന്നത്? ഇലത്താഴി അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹഷറിലേക്ക്, മഹഷറിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രാഫീൽ. ആ വിളി ഉണ്ടല്ലോ, ആ വിളിക്കുന്ന ആളുടെ ദാഇലഹും, അവരെ വിളിക്കുന്ന ആൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി ധൃതി കാണിക്കുകയാണ്. എങ്ങോട്ടാണ് അവരെ വിളിച്ചു കൊണ്ടുപോകുന്നത്? ഇലാ മൗഖിഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ മൗഖിഫിലേക്ക്. അതാണ് വഹുവൽ മഹ്ശർ, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മൈതാനത്തിലേക്ക്. ആ മൈതാനം പുറത്തുനിന്നൊന്നും വന്നതല്ല, ഇതിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തതാണ്, ഈ ഭൂമിയെ തന്നെ. ഈ ഭൂമിന്റെ എല്ലാ സ്കെയിലും മാറും, ഈ ഭൂമിന്റെ ഇന്നുള്ള എല്ലാ ടെറൈനും മാറും. അത് അത് ഒരു ബെഡ് മാതിരിയാകും. അത് നിരന്ന് കിടക്കുന്നതായിരിക്കും, അതിലെവിടെയും വളവില്ല, അല്ലെങ്കിൽ അവിടെ എവിടെയും ഇറക്കങ്ങളോ കയറ്റങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നിരന്ന് കിടക്കുന്നൊരു ഭൂമിയായിരിക്കും. ആ ഭൂമി, ആ മഹ്ശറിലേക്ക് ഇവരെ വിളിക്കുന്നു. അതിലേക്ക് അവർ ധൃതിയിൽ പോവുകയാണ്. ഹഷർ, അതിനാണ് ഹഷർ എന്ന് പറയുന്നത്. അപ്പൊ ഹുറൂജ് കഴിഞ്ഞു, പിന്നെ ഹഷറായി. ആദ്യത്തെ ഒരു നഫ്ഹത്ത്, അതിലെല്ലാവരും കൊല്ലുമൻ അലൈഹാ ഫാൻ. പിന്നെ അങ്ങനെ കടന്നു. എത്രത്തോളം? അല്ലാഹു ബിഹി അലീം. അതിന്റെ കാലം നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. പിന്നെ രണ്ടാമത് അള്ളാന്റെ കൽപ്പന വന്നപ്പോൾ നഫ്ഹത്തുൻ ഉഖ്റ, രണ്ടാമത്തെ ഒരു ഊത്ത്. അതോടുകൂടി എല്ലാവരും എഴുന്നേറ്റ് പൊങ്ങാൻ തുടങ്ങി. ലക്ഷക്കണക്കിനായ മനുഷ്യാത്മാക്കള് അവരുടെ കുഴിമാടങ്ങൾ ഇങ്ങനെ കാന്നഹും ജറാദുൻ മുന്തശിർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരെ വിളിച്ചു കൊണ്ടുപോകുന്നത് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ഖിയാമത്ത് നാളിന്റെ മൗഖിഫിലേക്കാണ്. ആ മൗഖിഫിലേക്ക്. അപ്പൊ അത് യൗമുൽ ഖുറൂജ്, പുറപ്പാട് കഴിഞ്ഞു. പുറപ്പാടിന് ശേഷം ഹശ്ർ, അവരെല്ലാവരെയും ഒരു വിധാനത്തിൽ, ഹിസാബിന്റെ വിധാനത്തിൽ, അവിടെ മൗഖിഫ് ഖിയാമത്ത് നാളിൽ ജനങ്ങൾ അണിനിരന്ന് നിൽക്കുന്ന, ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥാനത്തേക്ക് അവർ പോവുകയാണ്. അതിനാണ് ഹശ്ർ എന്ന് പറയാം. ഹശ്ർ ഒരുമിച്ച് കൂട്ടുക. അത് യസീറുൻ അലൈന യസീർ. ഇതൊന്നും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഐ ഹയ്യിനുൻ അലല്ലാഹ്, അള്ളാഹ്ക്ക് വളരെ ഹയ്യനാണ്, സിമ്പിളാണ്. യസീറുൻ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ലാ തഅബ ഫീഹി വലാ കുൽഫ, അതിലെന്തെങ്കിലും ഒരു ക്ഷീണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ, കുൽഫത്ത്, തഅബ് ക്ഷീണം, ടയർഡ്നെസ്, ക്ഷീണം വരാനില്ല. കുൽഫത്ത്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അള്ളാഹ്ക്ക് അതുകൊണ്ടില്ല. അള്ളാഹ്ക്ക് അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അവന്റെ കാര്യങ്ങൾ ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അതിലാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കുന്നതിന് ഒരു ന്യായമല്ല. കാരണം ഒന്നുമല്ലാത്ത നിങ്ങളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി അള്ളാഹ്ക്ക് പിന്നെ ആ സൃഷ്ടിപ്പിനെ ഒന്ന് ആവർത്തിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ പറയുന്നു നഹ്നു അഅലമു ബിമാ യഖൂലൂന ലക്, നഹ്നു അഅലം, നമുക്ക് സൂക്ഷ്മമായി അറിയാം, ബിമാ യഖൂലൂൻ, അവര് പറയുന്ന, ലക, നിന്നോട് പറയുന്ന കാര്യം, മിമ്മാ യുഹ്സിനുക്, നിനക്ക് ഹുസ്ൻ ഉണ്ടാക്കി തീർക്കുന്ന വിഷയങ്ങൾ. മിമ്മ, ഒന്നിൽപ്പെട്ട കാര്യമാണ് അവർ പറയുന്നത്. അത് യുഹ്സിനുക, നിനക്ക് ഹുസ്ൻ ഉണ്ടാക്കുന്നു, ദുഃഖമുണ്ടാക്കുന്നു. അത് മിനൽ അദാ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, താങ്കൾക്ക് ശല്യമാകുന്ന കാര്യങ്ങളാണ്, ഈദാ വരുത്തുന്ന കാര്യമാണ്. ഒരാളൊരു സത്യത്തിലേക്ക് വിളിക്കുമ്പോൾ അയാളെ പരിഹസിച്ചാൽ, അല്ലെങ്കിൽ ആ കാര്യത്തെ കളവാക്കിയാൽ, അല്ലെങ്കിൽ അതിനെ വേറെ രൂപത്തിലേക്ക് തന്നെ ദുർവ്യാഖ്യാനിച്ചാൽ അത് അയാളെ വല്ലാതെ വിഷമിപ്പിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞാണ്, വലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദിൽ ഹദീസി അസ്ഫ. അവരിതിൽ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് താങ്കൾ വിഷമിച്ച് ദുഃഖിച്ച് താങ്കൾ നശിച്ചു പോകുന്ന, വിഷമിച്ച് ബുദ്ധിമുട്ടി പോകുന്ന ഒരു സ്ഥിതി വേണ്ട. അവരെന്താ വെച്ചാൽ അവരവരെ വഴിക്ക് വിട്ടേക്കും. അതുകൊണ്ട് പിന്നെ അതുണ്ടാക്കി തീർക്കുന്ന, ശല്യമുണ്ടാക്കി തീർക്കുന്ന, ദുഃഖമുണ്ടാക്കി തീർക്കുന്ന അവരുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ അത് ഉണ്ടല്ലോ, അത് അള്ളാഹ്ക്ക് സൂക്ഷ്മമായിട്ടറിയാം. വഇദാ കുന്ന അഅലമു ബിദാലിക്, നമ്മൾ അതിനെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നു എങ്കിൽ, ഫഖദ് അലിംത, താങ്കൾക്ക് അതുപോലെ അറിയാമല്ലോ, കൈഫ യഅ്തിനാഉനാ ബിക്,
താങ്കളെ നാം എങ്ങനെയാണ് കെയർ ചെയ്തത് എന്ന്. അവര് പറയുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സൂക്ഷ്മമായി അറിയും എന്നതുകൊണ്ട് തന്നെ ഇത് അള്ളാഹ്ക്ക് അറിയാത്തൊരു കാര്യമല്ല. അത് അവരവിടെ ഇങ്ങനെ പറഞ്ഞോട്ടെ. അത് മാത്രമാണ്. ലയ്യുറുക്ക്, നിന്നെ മേത്തൊട്ട് കളിക്കാൻ, അവരെ ഉപദ്രവിക്കാൻ അവർക്ക് കിട്ടൂല. നിന്നെ നശിപ്പിക്കാൻ അള്ളാഹ് സംരക്ഷിക്കും, പിന്നെ വിടൂല. അള്ളാഹിന്റെ ഇസ്മത്ത്, സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാഹു യഅ്സുമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ സംരക്ഷിക്കും. അത് അള്ളാഹിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ ഫഖദ് അലിംത, നീ മനസ്സിലാക്കിയതാണ്. കൈഫ യഅ്തിനാഉന, നമ്മുടെ എഴുത്തനി എന്ന് പറഞ്ഞാൽ ഗൗനിക്കുക, കെയർ ചെയ്യുക, പരിചരിക്കുക. നമ്മൾ കെയർ ചെയ്യുന്നത് ആരെ? ബിക, താങ്കളെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നത് താങ്കൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ കൈഫ യഅ്തിനാഉന ബിക വതൈസീറുനാ ലിഉമൂരിക്, താങ്കളുടെ കാര്യങ്ങൾ നാം താങ്കൾക്ക് എങ്ങനെയാണ് എളുപ്പമാക്കി തന്നത്. തൈസീർ, എളുപ്പാക്കി കൊടുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക, സൗകര്യപ്പെടുത്തി കൊടുക്കുക, എളുപ്പമാക്കി കൊടുക്കുക. സൗകര്യപ്പെടുത്തി കൊടുക്കലും എളുപ്പാക്കി കൊടുക്കലും രണ്ടും ആ വാക്കിന്റെ മീനിങ്ങിലുണ്ട്. തൈസീർ പറയും, ചിലപ്പോൾ തസ്സീൽ പറയും. രണ്ടുപേരെ അർത്ഥമാണ്. ഫെസിലിറ്റേറ്റ് ചെയ്യണം, ആ കാര്യത്തെ എളുപ്പാക്കി സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട്. നിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നത് എങ്ങനെയെന്ന് നീ മനസ്സിലാക്കിയതാണ്. വനസുറുനാലക്, താങ്കൾക്ക് നാം നൽകിയിട്ടുള്ള സഹായവും താങ്കൾ മനസ്സിലാക്കിയതാണ്. അലാഴ്ദായിക്, താങ്കളുടെ ശത്രുക്കളുടെ മേൽ താങ്കൾക്ക് അല്ലാഹ് നൽകിയിട്ടുള്ള സഹായം അതും താങ്കൾ മനസ്സിലാക്കിയതാണ്. അതിനാൽ ഫൽയഫ്റഹ് ഖൽബുക്, താങ്കൾ വിഷമം കൊണ്ട് മനസ്സ് മടുത്ത് നശിച്ചു പോകണ്ട, മറിച്ച് താങ്കളുടെ കൽബ് സന്തോഷിച്ചോട്ടെ. ഫറഹം എന്നോട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ. ആർക്ക്? ഖൽബുക്, താങ്കളുടെ ഹൃദയത്തിന്. വൽ തത്മഇന്ന നഫ്സുക്, താങ്കളുടെ മനസ്സിന്, ആത്മാവിന് ഒരു ശാന്തി കിട്ടിക്കോട്ടെ. വെറുതെ മനസ്സ് അശാന്തമാക്കി വെക്കേണ്ടതില്ല, മനസ്സിനെ ശാന്തമാക്കി വെക്കൂ. ഹൃദയത്തെ സന്തോഷത്തിൽ നിർത്തൂ. വൽ തഅലം, നീ മനസ്സിലാക്കൂ. അന്നന അർഹമു ബിക വ അർഅഫ്, അന്നന അർഹം, നാം വളരെ കനിവുള്ളവനാണ്, റഹ്മത്തുള്ളവനാണ്. ബിക, നിന്നോട് റഹ്മത്ത് കാണിക്കുന്നവനാണ്. വ അർഅഫ്, നിന്നോട് റഅഫത്ത്, കനിവ് കാണിക്കുന്നവനുമാണ്. റഹ്മത്ത് കാരുണ്യാണ്, റഅഫത്ത് കനിവാണ്. താങ്കളോട് വളരെയധികം കാരുണ്യവും വളരെയേറെ കനിവും കാണിക്കുന്നവനാണ് നമ്മൾ. അത് മിൻ നഫ്സിക്, നിന്നോടുള്ള കാരുണ്യത്തെക്കാൾ, നീ നിന്നോട് കാണിക്കുന്ന ദയാവായ്പിനേക്കാൾ കവിഞ്ഞ കാരുണ്യവും ദയയും നാം നിന്നോട് കാണിക്കുന്നുണ്ട്. ഫലം യബ്ഖ ലക ഇല്ലാ ഇന്തിമാറു വഅദില്ല, ഫലം യബ്ഖ ലക, നിന്റെ മുന്നിൽ ഇനി അവശേഷിക്കുന്നില്ല. ഫലം യബ്ഖ, ബഖിയ യബ്ഖ, അവശേഷിക്കുന്നില്ല. ലക, താങ്കൾക്ക്, താങ്കളുടെ മുന്നിൽ ഇല്ലന്തിമാറു വഅദില്ല, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് കാത്തു നിൽക്കല്ലാണ്ട് മറ്റൊന്നും. അള്ളാഹ് പറഞ്ഞ വാഗ്ദാനം സത്യമാണ്, അത് വരാൻ വേണ്ടി കാത്തു നിന്നു. ആ സമയം വരേക്ക് ഇവിടെ നടക്കുന്ന പരിഹാസങ്ങൾ നടന്നോട്ടെ. അവര് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, മിമ്മായി ഹുസ്നുക മിനൽ അദാ, നിനക്ക് ഹുസ്നുണ്ടാക്കുന്ന ശല്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് തുടർന്നോട്ടെ. പക്ഷേ അവരുടെ മേൽ നിനക്ക് അള്ളാഹു സഹായം നൽകുന്നതാണ്. അത് അള്ളാഹിന്റെ വാഗ്ദാനമാണ്. അള്ളാഹിന്റെ റഊഫത്തും റഹ്മത്തും നിന്നോട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടിയതാണ്. അവരുടെ കാര്യങ്ങൾ അള്ളാഹു കാണാതെ പോകുന്നില്ല, അവർക്ക് കൊടുക്കേണ്ടത് അള്ളാഹു കൊടുക്കും. അതിനാൽ നീ കാത്തിരിക്കുക അള്ളാഹിന്റെ വഅദ് വരുന്നതിന് വേണ്ടി. ഉലുൽ അസ്ം, ഉലുൽ അസ്മിൽ പെട്ടിട്ടുള്ള അമ്പിയാക്കന്മാരെ നീ മാതൃകയാക്കുക. ഉസ്വത്ത്, ആ വാക്യം നമുക്കറിയാലോ. വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ ഉസ്വത്ത്, അതാണ് വാക്ക്. ഒന്നാമത്തെ അക്ഷരം ഹംസ്, സീന്, പിന്നെ വാവാണ്. അതിന്റെ തഫഅല വസനാണ് തഅസ്സ. ഉസ്വത്ത് സ്വീകരിക്കുക, മാതൃക സ്വീകരിക്കുക. അതുകൊണ്ട് താങ്കൾ മാതൃക പിന്തുടരണം. ആരുടെ മാതൃക പിന്തുടരണം? ഉലുൽ അസ്മിൽ പെട്ടിട്ടുള്ള ആളുകൾ. ഉലുൽ അസ്മിൽ പെട്ടിട്ടുള്ള നബിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പേരാണ് ഉലുൽ അസ്മിൽ പെട്ടിട്ടുള്ള നബിമാര്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞത് വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. മുർസലീങ്ങളിൽ തന്നെ ഉള്ള ഒരു പ്രത്യേക ലെവലുള്ള ഒരു പ്രത്യേക കാറ്റഗറി ആണ്
ഉലുൽ അസ്ം. അവരുടെ നിശ്ചയം, അവരുടെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്, പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ദഅവത്തിൽ അദ്ദേഹം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ, പിതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ബുദ്ധിമുട്ടുകളെ എത്ര വലിയ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അദ്ദേഹം അത് നേരിട്ടത്. നൂഹ് നബി അലൈഹിസ്സലാം എന്തുമാത്രം പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഉണ്ടായത് എന്തൊരു വലിയ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നേരിട്ടത്. അതേപോലെ മൂസാ നബി, അതേപോലെ ഈസാ നബി. അതുകൊണ്ട് അവർക്ക് ഉലുൽ അസ്ം എന്ന് പറയുന്നു. ആ ഉലുൽ അസ്ം നിശ്ചയദാർഢ്യമുള്ള ആളുകൾ, ഉലു ഉള്ളവൻ, ദു എന്നുള്ള അതേ അർത്ഥത്തിലാണ് ഉലു പ്രയോഗിക്കുക. അപ്പൊ ദു എന്നുള്ളത് നമ്മൾ പഠിച്ചു, അതേ ഇനത്തിലാണ് ഉലു വരുന്നത്. ഉലു വഅലമൂന അല്ലിയൂന വഅറദൂന ശദ്ദവസ്സീനൂന. ഉലു ഉള്ളവർ, അസ്മുള്ള ആളുകൾ, ഉയർന്ന നിശ്ചയദാർഢ്യവും മനോബലവുമുള്ള ആളുകൾ, അതിൽപ്പെട്ട നബിമാര്, അവരെ പോലെ താങ്കൾ അവരെ മാതൃകയാക്കുക. മിൻ റസൂലില്ല, അള്ളാന്റെ നബിമാരിൽ നിന്ന്. വമാ അൻത അലൈഹിം ബിജബ്ബാർ, താങ്കൾ ഒരിക്കലും താങ്കളുടെ പ്രബോധിതരുടെ മേൽ ജബ്ബാറല്ല. ജബ്ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലം പ്രയോഗിക്കാൻ അധികാരം നൽകപ്പെട്ട ആൾക്കാണ് ജബ്ബാർ എന്ന് പറയാം. അള്ളാഹു ജബ്ബാറാണ്. അള്ളാഹ്ക്ക് ജബ്ബാർ എന്ന് പറഞ്ഞിട്ട് പേരുമുണ്ട്. അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളുടെ മേൽ അവൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബലം പ്രയോഗിക്കുവാനുള്ള അതിനുള്ള കെൽപ്പുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അത് അവൻ ചെയ്യുന്നവനാണ്, അതിനുള്ള അധികാരമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് നിയോഗിച്ചിട്ടുള്ള നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബലം പ്രയോഗിച്ച് വഴി നടത്താൻ, ആളുകളെ അവരുദ്ദേശിച്ച വഴിയെ നടത്താൻ വേണ്ടിയിട്ട് ബലം പ്രയോഗിക്കാൻ അധികാരമുണ്ടോ? കൊടുത്തിട്ടില്ല. ഇന്നമ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരുടെ മേൽ സൈത്തറത്തില്ല, ബലം പ്രയോഗിക്കാനുള്ള അധികാരമില്ല. മറിച്ച് അവരാരും സ്വീകരിക്കൂല എന്നുള്ളത് പരീക്ഷിക്കാൻ വിട്ട ലോകമാണ് ഇവിടെ. അത് സ്വമനസ്സാലെ അവര് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അവര് തെളിയിക്കേണ്ടത് അവരുടെ ജീവിതം കൊണ്ട്. അതിനുള്ള ചിട്ടവട്ടങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള സാവകാശങ്ങൾ ഇവിടെ ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കാര്യം വ്യക്തമായിട്ട് വിളിച്ചു കൊടുക്കുക, അല്ലാണ്ട് ബലപ്രയോഗത്തിന് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഐ ജബ്ബാർ അല്ല എന്ന് പറഞ്ഞ ഐ ബി ജബ്ബാർ ഐ മുസല്ലിത്തുൻ അലൈഹിം, അവരുടെ മേൽ അധികാരമുള്ള ഒരാളല്ല, അവരുടെ മേൽ ബലം പ്രയോഗിക്കാൻ അധികാരമുള്ള ആളല്ല താങ്കൾ. ഇന്നമ അന്ത മുൻദിർ, നബിയെ കുറിച്ച് പറഞ്ഞത് നബിയെ താങ്കൾ മുൻദിർ മാത്രമാണ്, താക്കീതുകാരൻ മാത്രമാണ്. വലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ജനതക്കും നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള, ഗൈഡ് ചെയ്യാനുള്ള ഒരു ഗൈഡിനെ അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് താക്കീത് നൽകണം, അവർക്ക് ഗൈഡായിട്ട് നിൽക്കണം എന്നല്ലാണ്ട് സൈത്തറത്ത് താങ്കൾക്കില്ല. താങ്കൾ മുസല്ലിത്തല്ല, താങ്കൾ മുസൈത്തിറല്ല, താങ്കൾ ജബ്ബാർ അല്ല, താങ്കൾ മുൻദിർ മാത്രമാണ്, താങ്കൾ മുദക്കിർ മാത്രമാണ്, താങ്കൾ ഹാദിയാണ്. വലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ജനതക്കും അള്ളാഹു ഹാദിയെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഉണർത്തു. ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ വായിക്കുക, കേൾപ്പിച്ചു കൊടുക്കുക. നമ്മൾ അത്ര ആലോചിക്കേണ്ടുള്ളൂ. സ്വീകരിച്ചോ സ്വീകരിച്ചില്ലേ, അവനെ വഴിയെ നടത്താൻ പറ്റിയോ പറ്റിയില്ലേ, ഇത് നമ്മളൊരു പണിയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കന്മാരുടെ പിൻഗാമികളായി വരുന്ന ഉലമാക്കളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജനങ്ങളുടെ മേലുള്ള കടമ എന്താന്ന് ചോദിച്ചാൽ, അമ്പിയാക്കൾ ചെയ്തിട്ടുള്ള ഈ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫദക്കിർ ബിൽ ഖുർആൻ ഖാല അല്ലാഹു വഖാല റസൂലുഹു, ഇതാണ് സ്വീകരിച്ചോളൂ. ഇല്ലെങ്കിൽ അള്ളാന്റെ ശിക്ഷ, സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ പ്രതിഫലം. ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്, അള്ളാന്റെ വഈദ് ഭീഷണി, അള്ളാന്റെ താക്കീത്, അത് ഭയപ്പെടുന്ന ആളുകൾക്ക് ഖുർആൻ ഓതി കൊടുത്തുകൊണ്ട് അവരെ നീ ഉണർത്തുക. വത്തദ്കീർ, തദ്കീർ എന്ന് പറഞ്ഞാൽ ഹുവ തദ്കീറു മാ തഖററ ഫിൽ ഉഖൂലി വൽ ഫിത്ർ. തദ്കീർ, നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ടത് മാ തഖററ, ഖറാറിൽ നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിടക്കുന്ന കാര്യം. എവിടെ? ഫിൽ ഉഖൂലി വൽ ഫിത്ർ, മനുഷ്യന്റെ ബുദ്ധിയിലും മനുഷ്യന്റെ പ്രകൃതിയിലും, മനുഷ്യന്റെ ബുദ്ധിയിലും മനുഷ്യന്റെ പ്രകൃതിയിലും ഉറച്ചു കിടക്കുന്ന, എസ്റ്റാബ്ലിഷ് ആയി കിടക്കുന്ന കാര്യം, അത് ഉണർത്തണം. എന്താണ് നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ഫിത്രത്തിൽ എസ്റ്റാബ്ലിഷ് ആയി കിടക്കുന്ന, ഉറച്ചു കിടക്കുന്ന കാര്യം? മിൻ മഹബ്ബത്തിൽ ഖൈരി വ ഈസാരിഹി വ ഫിഅലിഹി,
നന്മയോട് ഒരു സ്നേഹം നമ്മുടെ നേച്ചറിലുണ്ട്, നമ്മുടെ ബുദ്ധിയിലുണ്ട്. വഈസാരിഹി, അതിനുള്ളൊരു മുൻഗണന, അതിന് പ്രിഫറൻസ്, അത് നമ്മുടെ ബുദ്ധിയിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ പ്രകൃതിയിൽ കിടക്കുന്നുണ്ട്. വഫിഅലിഹി, അത് ചെയ്യാനുള്ള ഒരു അത് ചെയ്യാനുള്ള ഒരു ഉന്മുഖമായി നിൽക്കുക, അതിലേക്ക് മുന്നിട്ട് വരാനുള്ള ഒരു താല്പര്യം, അത് നമ്മുടെ ഉഖൂലിലും നമ്മുടെ ഫിത്രത്തിലുമുണ്ട്. ബുദ്ധിയിലും പ്രകൃതിയിലും ഉറച്ചു കിടക്കുന്ന, രൂഢമൂലമായി കിടക്കുന്ന നന്മയോടുള്ള സ്നേഹം, അതിനുള്ള മുൻഗണന, അത് ചെയ്യാനുള്ള പ്രചോദനം, അത് അള്ളാഹു നമ്മുടെ അഖലിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്, നമ്മുടെ ഫിത്രത്തിൽ തന്നെ ഊട്ടിയുറപ്പിച്ചിട്ടുള്ളതാണ്. അത് മുത്തഖർറിറത്തുൻ ഫീ ഉഖൂലിനാ വഫിത്രിനാ, നമ്മുടെ ഉഖൂലിലും നമ്മുടെ ഫിത്രത്തിലും അത് മുത്തഖർറിറത്താണ്, ഉറച്ച് രൂഢമൂലമായി കിടക്കുന്ന ഒരു കാര്യമാണ്. ആ ആന്തരികമായ ചോദനയെ ഉണർത്തുകയും ഇളക്കിവിടുകയും ചെയ്യുക, അതാണ് താങ്കൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വമിൻ ബുഗ്ളി ശർരി, എല്ലാവരുടെയും പ്രകൃതിയിൽ അവരുടെ ബുദ്ധിയിൽ ഉള്ള കാര്യമാണ് ബുഗ്ളു ശർ, തിന്മയോടുള്ള വെറുപ്പ്. ബുഗ്ള് കറാഹിയ, വെറുപ്പാണ്. ഏതിനോട്? ഷർ, തിന്മയോട്. മുജാനബത്തി, അതുപോലെ തന്നെ തിന്മയെ വെടിയണം, അത് നമ്മുടെ മനസ്സിലുള്ളതാണ്, അത് നമ്മുടെ ബുദ്ധിയിലുള്ളതാണ്, നമ്മുടെ പ്രകൃതിയിലുള്ളതാണ്. പിന്നെ പ്രകൃതിയെ തല തിരിച്ചു വെക്കണ നേരത്ത് മങ്കൂസത്താക്കുമ്പോൾ പിന്നെന്ത് ചെയ്യും? തിന്മയിൽ തന്നെ ഒരാൾ അങ്ങനെ മുഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫിത്രത്ത് മങ്കൂസത്താവും. അപ്പൊ നന്മയോടുള്ള താല്പര്യത്തിന് പകരം തിന്മയോട് താല്പര്യമാകും. തിന്മയോട് വെറുപ്പുണ്ടാകേണ്ടതിന് പകരം നന്മയോട് വെറുപ്പുണ്ടാവും. ഇത് മനുഷ്യൻ അവന്റെ ഫിത്രത്തിനെ മലീമസമാക്കുന്നതാണ്. മറിച്ച് ശുദ്ധമായ പ്രകൃതിയാണെങ്കിൽ, സ്വതന്ത്രമായ ബുദ്ധിയാണെങ്കിൽ അത് നന്മയോടുള്ള മഹബത്താണ്. ഈസാറുഹു വഫിഅലുഹു വബുഗ്ളു ശർ വമുജാനബത്തുഹു, ഇതാണ് ഉണ്ടാവുക. വഇന്നമാ യതദക്കറു ബിത്തദ്കീർ, അങ്ങനെ റിമൈൻഡ് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്ബുദ്ധരാവുക. ഇന്നമാ യതദക്കർ, ഉത്ബുദ്ധരാവുക. ആ ഉത്ബോധനം, ആ ഉണർത്ത്, അത് സ്വീകരിക്കുന്നത് ആര് മാത്രമാണ്? തദ്കീർ കൊണ്ട്, നമ്മൾ റിമൈൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഉത്ബോധനം സ്വീകരിക്കുന്നത് മൻ യഖാഫു വഈദല്ലാഹ്, അള്ളാന്റെ വഈദ് ഭയപ്പെടുന്നവൻ മാത്രമാണ്. വഅമ്മാ മൻ ലം യഖ്ഫൽ വഈദ്, എന്നാൽ അള്ളാന്റെ വഈദ് ഭയപ്പെടാത്തവനോ? മൻ, ഒരുത്തൻ. ലം യഖ്ഫ, ലം യഖഫ്, യഖ്ഫല്ല, ലം യഖഫ്, ഖാഫ യഖാഫു, ലം യഖഫ്, അവൻ ഭയപ്പെടുന്നില്ല. എന്ത്? അൽ വഈദ്, വഈദ് അള്ളാന്റെ താക്കീദിനെ, അള്ളാന്റെ ഭീഷണിയെ ഭയപ്പെടാതെ ജീവിക്കുന്ന, കൂസലില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ. വലം യുഅ്മിൻ ബിഹി, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാന്റെ ഭീഷണികളെ അവൻ ഭയപ്പെടുന്നില്ല എങ്കിൽ ഫഹാദാ ഫായിദത്തു തദ്കീരിഹി, അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണർത്തുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ് എന്താണ്? ആ ബെനഫിറ്റ് ഇഖാമത്തുൽ ഹുജ്ജത്തി അലൈഹി, അവനെതിരിലുള്ള ന്യായപ്രമാണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഞാനൊന്നും കേട്ടില്ലേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് അള്ളാന്റെ മുന്നിൽ പറയാതിരിക്കാൻ. ലിഅല്ലാ യഖൂൽ മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ, ഞങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനോ താക്കീത് നൽകാനോ ഒരാളും വന്നിട്ടില്ലല്ലോ. ഒരാളും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് എഴുതറില്ല. കാരണം ഇത് അള്ളാഹ് അവരുടെ ഫിത്രത്തിലും അവരുടെ ഉഖൂലുകളിലും ഉറപ്പിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആ ഉറപ്പിച്ചു വെച്ചതിൽ മാത്രം അള്ളാഹു അവരെ ശിക്ഷിക്കാൻ പോകുന്നില്ല. മറിച്ച് അള്ളാഹു അതിനെക്കുറിച്ച് സമയാസമയങ്ങളിൽ ശരിയായ വിധം ഉണർത്താനുള്ള ആളുകളെയും ഗ്രന്ഥങ്ങളെയും അള്ളാഹു അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് എതിരിൽ ഇഖാമത്തുൽ ഹുജ്ജത്തി അലൈഹിം, അവർക്കെതിരിലുള്ള ന്യായപ്രമാണം സ്ഥാപിക്കുക എന്ന ഫായിദത്താണ് അത് അത്തരക്കാരുടെ കാര്യത്തിലുള്ളത്. അതല്ല, അള്ളാഹിന്റെ വഈദ് വില വെക്കുന്നവരാണെങ്കിൽ, ഭയപ്പെടുന്നവരാണെങ്കിൽ അവർക്കത് ഉപകരിക്കുകയും ചെയ്യും. ആഖിറു തഫ്സീരി സൂറത്തി ഖാഫ് വൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറൻ വളാഹിറൻ വബാത്തിന. സൂറത്തു ഖാഫിന്റെ വ്യാഖ്യാനത്തിന്റെ അവസാന ഭാഗമാണിത്. അള്ളാഹുവിനാണ് എല്ലാ മഹാമിദുകളും, തുടക്കത്തിനും ഒടുക്കത്തിനും, ലാഹിറൻ വബാത്തിനും, പ്രത്യക്ഷമായും പരോക്ഷമായും. ഇതാണ് വല്ലാത്ത ഒരു അവസാനിപ്പിക്കലാണ്. ആലോചിച്ച് നോക്കി, നിങ്ങൾ ആയത്തുകൾ നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി അർത്ഥം വെച്ചുകൊണ്ട് നിങ്ങൾ ആയത്ത് മാത്രം തഫ്സീർ പിന്നെ വായിച്ചു നോക്കി. വസ്തമി യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. ഒരു മുനാദി ഉണ്ട്, ഒരുങ്ങി നിൽക്കുന്നു. അയാൾ വിളിക്കും. അയാൾ വിളിക്കുന്നത് മിൻ മകാനിൻ ഖരീബ് മിനൽ ഖലായിഖ് വബിയദിഹി സ്സൂർ വഹുവ ഇസ്റാഫ്. യൗമ യസ്മഊന അസ്സൈഹത ബിൽ ഹഖ്. അന്നേ ദിവസം
ആ സ്വൈഹത്ത് കേൾക്കും. ആ സ്വൈഹത്തിന് സംശയം വേണ്ട. എന്തെങ്കിലും ഒരു തർക്കം ഉന്നയിക്കാൻ, സംശയം ജനിപ്പിക്കാനുള്ള വകുപ്പ് അതിലില്ല. അത് തീർത്തും ന്യായമായ ഒരു കാര്യത്തിന്, ന്യായമായ ഒരു സന്ദർഭത്തിന് വേണ്ടിയുള്ളതാണ്. ദാലിക യൗമുൽ ഖുറൂജ്. ആ സ്വൈഹത്ത് അവർ കേൾക്കുന്ന ആ ദിവസം, രണ്ടാമത്തെ ഊത്ത് കേൾക്കുന്ന ആ ദിവസം, അത് യൗമുൽ ഖുറൂജാണ്. അവർ ഖബറുകളിൽ നിന്ന് പുറപ്പെടുന്ന ദിവസമാണ്. ഇന്നാ നഹ്നു നുഹ്യി വനുമീതു വഇലൈനൽ മസീർ. ഒരാളും രക്ഷപ്പെടാൻ പോണില്ല. വഇലൈനൽ മസീർ. യൗമ തശഖഖുൽ അർള് അൻഹും. അന്ന് അവരെ ഭൂമി പുറത്തിടും. ഭൂമി പിളർന്നവർ പുറത്തു വരും. എന്നിട്ട് അവര് സിറാഅൻ മുസ്രിഈൻ ഇല ദാഇ, അവരെ വിളിക്കുന്നു, മഹ്ശറിലേക്ക് വിളിക്കുന്ന ആ വിളിയാളന്റെ വിളിക്ക് നേരെ ധൃതിയിൽ പോകും. ദാലിക ഹശ്ർ, അതാണ് ഹശ്ർ. അലൈനാ യസീർ, അന്ന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അല്ലാഹ്ക്ക് വളരെ എളുപ്പമാണ്. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. എന്നാൽ കളവാക്കുന്ന ആളുകൾ, അവർ പറയുന്ന ആരോപണങ്ങളും കള്ളത്തരങ്ങളും അവരുടെ പരിഹാസങ്ങളും എല്ലാം നാം കൃത്യമായി കേൾക്കുന്നു. അവരുടെ കാര്യത്തിൽ താങ്കൾ മനസ്സ് വിഷമിക്കേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ അവരെ വഴി നടത്താൻ വേണ്ടിയിട്ട് ബലപ്രയോഗം നടത്തി കളയാം, അതിന് അധികാരമുണ്ട് എന്ന് കരുതണ്ട. ഖുർആൻ കൊണ്ട് തദ്കീർ നടത്തും. അത് വഴീത് ഭയപ്പെടുന്ന ആളുകൾക്ക് വളരെ ഉപകരിക്കും. വഴീത് ഭയപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഖാമത്തുൽ ഹുജ്ജത്ത് എന്നുള്ള ഫായിദത്ത് ഉണ്ടാവും. ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.